യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. കർത്താവ് വരും, കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും സഭയൊക്കെ അതിനുവേണ്ടി ഒരുക്കണം എന്ന് പലപ്പോഴും മറന്നു പോകും. ഇതൊരു നമുക്ക് റിവൈൻഡ് അടിച്ചിട്ട് പിന്നെ ഒരു ചാൻസ് കൂടെ തരണമേ എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. തികവുള്ളവരെ മാത്രമേ ഇങ്ങനെ തീർന്നു അത്രയേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ തൻ്റെ ചുരുക്കം ആൾക്കാരെ മാത്രം, ആ ചുരുക്കത്തിൻ്റെ അകത്ത് ഈ സഭയിലുള്ള എല്ലാവരും ഉണ്ടാവും, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടാവുമോ എന്ന് പോലും നമുക്കറിയത്തില്ല. കർത്താവിന് മാത്രം അറിയാം. ഇത് പിന്നെയും നമ്മളെല്ലാവരും എൻകറേജ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ബുദ്ധിയുള്ള കന്യകമാരെ പോലെ ആര് നിന്നാലും നിന്നില്ലേലും ഞാനും എൻ്റെ യേശുവുമായിട്ടൊരു നിത്യബന്ധമുണ്ടല്ലോ, ഞാൻ ആത്മാർത്ഥതയോട് നിൽക്കും എന്നൊരു തീരുമാനമെടുക്കേണ്ട ഒരു സമയമാണ്. എല്ലാവരും എൻകറേജ് ചെയ്യണം. അതേ സമയത്ത് ഒട്ടും ആർക്കും വേണ്ടിയും തീരുമാനങ്ങൾ മാറ്റണ്ട. കാലം മാറും, ദൈവവചനത്തിന് ഒരു മാറ്റവുമില്ല. നമ്മളെ വീണ്ടും ശക്തീകരിക്കുന്ന ഒരു വചനഭാഗത്തിലാണല്ലോ നമ്മൾ നിൽക്കുന്നത്. 5:11 വായിച്ചേ. ഫലമില്ലാത്ത ഒരു കാര്യത്തിൻ്റെ അകത്തും നിങ്ങൾ എന്താകല്ല, അതിനോട് കൂടി ചേരണ്ട. അത്രയേ ഉള്ളൂ അതിൻ്റെ അർത്ഥം. കർത്താവിന് ഫലമുള്ള കാര്യം, കർത്താവിന് പ്രയോജനമുള്ള കാര്യം മാത്രം ചെയ്താൽ മതിയെന്നേ. പിന്നെ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട്, ആഹാരം കഴിക്കണേൽ ജോലി ചെയ്താലേ പറ്റും. അതിൻ്റെ അകത്ത് അത്രയും മനസ്സ് കൊടുത്താൽ മതി. നിഷ്ഫല പ്രവൃത്തി, കർത്താവിന് ഫലമില്ലാത്ത പ്രവൃത്തി എല്ലാം എന്തുവാ? കർത്താവിന് പ്രയോജനമില്ലാത്തതും അറിയാതെ നമ്മളെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നും ആത്മാർത്ഥത്തിൽ നിന്നും മാറ്റിക്കളയുന്നത്, അതിനോടൊന്നും കൂട്ടുപിടിക്കേണ്ട. ആത്മീയ ക്ഷീണങ്ങളുണ്ടാകുന്ന ഏരിയകളാണ്. 5-ാം അധ്യായം അവസാനം ഭാര്യ ഭർത്താക്കന്മാർ ബന്ധം, കുഞ്ഞുങ്ങൾ അപ്പനമ്മ ബന്ധം, ദാസൻ യജമാനൻ ബന്ധം, ഈ ലോകബന്ധങ്ങളെല്ലാം കറക്റ്റായതിന് ശേഷമാണ്, ലോകത്തിൽ സാക്ഷ്യത്തോടുകൂടി നിൽക്കുന്നതിൻ്റെ ശേഷമാണ് ഒടുവിൽ 10-ാമത്തെ വാക്യം എന്തോ പറഞ്ഞത്? ഫൈനലി മൈ ബ്രദർ ബി സ്ട്രോങ് ഇൻ ദ ലോർഡ് ആൻഡ് ദ പവർ ഓഫ് ഹിസ് മൈറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. അവൻ്റെ അമിത ബലത്തിൽ എന്ത് ചെയ്യണം? ശക്തി. ഒടുവിൽ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദേശത്ത് ഇവിടുത്തെ ഒരു വ്യക്തിപരമായ ഒരു കുടുംബത്തിൽ നേരത്തെ പല ദൈവദാസന്മാർ തൻ്റെ വീടിൻ്റെ മേൽ മീറ്റിങ്ങൊക്കെ നടത്തി. ഈ അവസാനം ഉണ്ടായിരുന്ന ഒരു ദൈവദാസനും താൻ പറഞ്ഞ അനുസരിച്ച് തൻ്റെ ഭാര്യ വിശ്വാസത്തിൽ വന്നിട്ടില്ല, മക്കൾ വിശ്വാസത്തിൽ വന്നിട്ടില്ല, ഇതുവരെ കർത്താവിനെ അറിഞ്ഞിട്ടില്ല, ഒരു കൂട്ടായ്മയ്ക്ക് പോലും പോയിട്ടില്ല. ഇവരെ രണ്ടുപേരും തെറ്റിക്കുമായിരുന്നു അവരുടെ പരിപാടി. ഭാര്യയോട് കൂടണ്ട, സഹായിക്കേണ്ട, അവിടെ ഇരിക്കേണ്ട, മേളിൽ പോയിട്ട് അറസിൽ താമസിച്ചോ, അവിടെ ഇരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു? ഒരു കാര്യം കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ട, മക്കളുടെ കാര്യം ചെയ്യേണ്ട, സ്നേഹത്തോടെ ഇടപെടേണ്ട അവരാണ് പിശാച് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് ദൈവദാസന്മാർ പറയുമ്പോൾ പുതിയതായിട്ട് വരുന്ന വിശ്വാസികൾ എന്ത് ചെയ്യും? അത് വേദവാക്യമായിട്ടങ്ങ് എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയാമോ? ഈ ചേട്ടനെ ഞങ്ങൾ പിന്നെയും കുടുംബത്തോട് ഒന്ന് സ്നേഹത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തും. ഇന്ന് ജോസഫ് ചേട്ടൻ്റെ ഭാര്യയോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും, ഹാലലിയ, ആ വചനപ്രകാരം പോകുന്ന ഒരു കൂട്ടായ്മയാണെന്ന് പറയും. അതുവരെ അലർജി ആയിരുന്നു അവർക്കും. കാരണം വേറൊന്നുമല്ല, ഈ ദൈവമക്കൾ എന്ന് പറയുന്നത് കുടുംബത്തെ തെറ്റിക്കുന്നവരാ. സോ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം സാക്ഷ്യം വേണ്ടത് എവിടാ? വചനം എന്തുവാ പറഞ്ഞത്? നിൻ്റെ നല്ല നടപ്പ് കണ്ട് നിൻ്റെ വിശ്വാസത്തിൽ വരാത്തവരെന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ എത്ര സ്വീറ്റായിട്ട്, എത്ര രുചിയുള്ളവരായിട്ട്, എത്ര മധുരമുള്ളവരായിട്ട്, ആത്മാവിൻ്റെ ഫലമുള്ളവരായിട്ട്, ഇല്ലേ, സൗരഭ്യവാസനയായിട്ട്, സ്വീറ്റ് ഫ്രാഗ്രൻസ്, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്ന വചനം. എത്ര നമുക്ക് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ തോന്നും, നമുക്ക് ദേഷ്യം വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? കൃപയോടുകൂടി സ്തോത്രം നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം എന്നാ? എൻ്റെ സ്വഭാവം കണ്ടിട്ട് വേണം ക്രിസ്തു ആരാന്ന് ലോകം മനസ്സിലാക്കാൻ. സ്തോത്രം. അപ്പം എല്ലായിടത്തും സാക്ഷ്യത്തോടുകൂടി, ദേശത്ത് സാക്ഷ്യത്തോടുകൂടി ആയി കഴിഞ്ഞിട്ട്, കുടുംബം സാക്ഷ്യത്തോടുകൂടി ദേശത്ത്, സഭ സാക്ഷ്യത്തോട് ദേശത്ത്, എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ മതി? പിശാചിനോട് യുദ്ധം ചെയ്താൽ മതി. മേൽ പറഞ്ഞ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവിടെ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് എത്ര ശബ്ദമുണ്ടാക്കി പത്സിച്ചാൽ, തുപ്പൽ തെറിപ്പിച്ച് പത്സിച്ചാൽ, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അതങ്ങ് ഇമോഷണലാക്കുന്ന ആൾക്കാരുണ്ട്, ദൈവദാസന്മാരുണ്ട്. സാത്താൻ ചിരിക്കും. മുമ്പ് ഇരുന്നിട്ട് സാത്താൻ ഇങ്ങനെ ചിരിക്കും. പിന്നെ നീ അങ്ങോട്ട് പത്സിക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ ഇരിക്കുക. അവരുടെ വിചാരം പത്സിച്ചപ്പോൾ അങ്ങ് സാത്താൻ ജില്ല വിട്ട് പോയതാണ്. അതുകൊണ്ടാണ് കർത്താവും ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തുവാ? ദൈവസന്നിധിയിൽ ഇരിക്കുക,
വിശുദ്ധീകരണത്തോടുകൂടി ക്രമീകരണം പ്രാപിക്കുമ്പോൾ മാത്രമേ ഉയരത്തിലെ ശക്തി പ്രാപിക്കത്തുള്ളൂ. ഉയരത്തിലെ ശക്തി പ്രാപിച്ചിട്ട് മാത്രം നിങ്ങൾ യെരൂശലേം വിട്ടിട്ട് എന്ത് ചെയ്താൽ മതി? ബി ആൻ ഇവാഞ്ചലിസ്റ്റ്, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയാൽ മതി. അത് മതി. ആ കാലഘട്ടത്തിലും ഒത്തിരി ശിഷ്യന്മാരാണ് കർത്താവിനെ പിൻപറ്റാതെ കട്ടി വാക്കെന്ന് പറഞ്ഞിട്ട് മാറിപ്പോയത്. ഈ വചനം ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. കർത്താവിനെ ശരിക്കും ഈ ആദ്യ ശൂര്യത്വവും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഉള്ള ഒരു എരിവും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറേ ഇമോഷണലായി പോകും. വെൻ യു ബിൽഡപ്പ് ഇൻ ദ ലോർഡ്, കർത്താവിൽ നമ്മളെ തന്നെ ക്രമീകരണം പ്രാപിച്ച് പണിത് വരുമ്പോഴാണ് നമ്മൾ നിലനിൽക്കുന്നത് ആ റിലേഷൻഷിപ്പ്. അതുകൊണ്ട് ഈ ശൂരത്വവും ഈ ഭയങ്കര കട്ടി തീരുമാനവും ഒന്നും അല്ല നിലനിൽക്കുന്നത്. പണിയുന്നത് നമ്മളെ തന്നെ അല്ല പണിയുന്നത്, പരിശുദ്ധാത്മാവാണ് പണിയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നതനുസരിച്ച് ഓരോ സ്റ്റെപ്പും അത് സ്ട്രോങ് സ്റ്റെപ്പ് ആകട്ടെ, അത് പരിജ്ഞാനത്തിലും ദൈവസ്നേഹത്തിലും സത്യവചനത്തിൻ്റെ ആഴത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വഭാവത്തിലും എന്ത് വരും? രൂപാന്തരം. നമ്മൾ സംസാരിക്കുന്നത് അതിനൊക്കെ വ്യത്യാസമുണ്ടാവും ദൈവമക്കളെ. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഒടുവിൽ കർത്താവിനും അവൻ്റെ അമിത ബലത്തിലും എന്ത് ചെയ്യണം? ഇതെല്ലാം കഴിഞ്ഞിട്ട് സ്തോത്രം. എന്നിട്ട് എന്തുവായി 11ാമത്തെ വാക്യം നമ്മൾ വായിച്ചാണ്, കർത്താവിൻ്റെ സർവായുധ വർഗം ധരിച്ചില്ലെങ്കിൽ യു കനോട്ട് വിൻ ഓവർ ദ ഡെവിൾ. സാത്താൻ്റെ മേൽ ജയം കിട്ടത്തില്ല. സാത്താനെ ജയിക്കണമെങ്കിൽ ഒരു ആയുധം പോലും ഇവിടെ ഏക്കാത്ത രീതിയിൽ യു നീഡ് ടു ബി ഫുള്ളി കവേർഡ്, കംപ്ലീറ്റ് ആമർ. കുറച്ച് ഭാഗമല്ല. നമ്മൾ ഈ പെട്ടെന്ന് പട്ടാളക്കാരിടുന്നത് എന്തുവാ? ബുള്ളറ്റ് പ്രൂഫ്. ആകെപ്പാട് ഇത്രയേ ഉള്ളൂ. നെഞ്ചത്ത് വെടിയേക്കത്തില്ല, ഹൃദയം പോകത്തില്ല. നെഞ്ചത്ത് ഹൃദയമാണല്ലോ ഏറ്റവും വലിയ. അപ്പോൾ നോക്കി വെടിവെക്കും ആൾക്കാർ, അത്രയേ ഉള്ളൂ. ഷോൾഡർ ആൾക്കാർ സാധനം വെടിവെക്കുന്ന ഏരിയകളാണ് ഷോൾഡർ, ഹൃദയം. അപ്പോൾ അത്രയും മാത്രം കവേർഡായ ഒരു വെസ്റ്റാണ് പലപ്പോഴും VIP പോലും അല്ലെ പൊളിറ്റീഷ്യൻസും ഒക്കെ ധരിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള ഭാഗമോ? ഏറ്റവും ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, അവർ ഏറ്റവും പ്രധാന ഭാഗമല്ലേ തലയിൽ ഇപ്പോൾ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കാൻ പറ്റും ഒരു വേദിയിലൊക്കെ ചെല്ലുമ്പോൾ. പിന്നെ അത്രയും ഭീഷണിയൊക്കെ ഉള്ളപ്പോഴാണ് അവർ ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡൊക്കെ വെച്ചിട്ട് വേദികളിലൊക്കെ നിന്ന് പ്രസംഗിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ശത്രു ഏത് രീതിയിൽ നോക്കിയാലും സെൻറ്റർ മാത്രം അല്ലെങ്കിൽ ഹൃദയം മാത്രം കവറായപ്പോഴാണ്. ബൈബിൾ എന്തുവാ പറയുന്നത്? സാത്താനോട് ജയിക്കണോ? കംപ്ലീറ്റ് ആമ. അതാണ് നമുക്കറിയാവുന്ന ഭാഗമാണ്, എപ്പോഴും ചിന്തിക്കുന്ന ഭാഗമാണ്. എങ്കിലും എന്തിനാണ് ഈ കംപ്ലീറ്റ് ആമർ? 13ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടത് സർവായുധ വർഗം എടുത്തുകൊള്ളും. ദൈവത്തിൻ്റെ സർവായുധ വർഗം അല്ലെ കവചം, കംപ്ലീറ്റ് ആമർ നമ്മൾ ആരെടുക്കണം? ഇവിടെ വരുന്ന ഓരോരുത്തരെ സഭയെ ഹോളിൽ കയറുന്നുണ്ടെ പാസ്റ്റർ ഇങ്ങനെ ആർമർ ധരിപ്പിക്കുക. പോകുന്നുണ്ടെ മക്കളെ ഇന്നോട്ടം ഒരാഴ്ച മുഴുവനും. അങ്ങനാണോ? ബൈബിൾ എന്തോ പറയുന്നത്? നിങ്ങൾ അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. നിങ്ങൾ തന്നെ എടുത്തിട്ട് എന്ത് ചെയ്യണം? യു ഹാവ് ടു ടേക്ക് ദ ഇനീഷ്യേറ്റീവ്. ബലത്തോടുകൂടി നിൽക്കണം എന്ന് ആർക്ക് ആഗ്രഹം വേണം? നമ്മളൊരു പോരാട്ടത്തിലാണെന്ന് അറിയാമോ? ഈ എന്തിനാണ് ഈ പ്രസിഡൻറ്റിനോടും അല്ലെ പ്രൈം മിനിസ്റ്ററിനോടും മന്ത്രിമാരോടും ഒക്കെ ഇത്രയും പോരാട്ടം? അവർ സ്റ്റേണായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനം എടുക്കുമ്പോൾ എന്തിനാ രാജീവ് ഗാന്ധിയൊക്കെ LTT കൊന്നത്? സ്റ്റേണായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അല്ലെ ഗാന്ധിയെ കൊന്നത് എന്തിനാ? പാകിസ്ഥാൻ അല്ലെങ്കിൽ ഓരോ വിഷയത്തിലൊക്കെ സ്റ്റേണായിട്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില കൂട്ടർക്ക് അതെന്ത് ചെയ്യത്തില്ല, ഇഷ്ടപ്പെടത്തില്ല. ഇവിടെ വചനം പറയുന്നത് നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്ത് വിശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശക്തമായിട്ട് നിൽക്കുമ്പോൾ സാത്താന് മനുഷ്യനല്ല. നമുക്ക് പോരാട്ടം 12ാമത്തെ വാക്യത്തിൽ വായിച്ചില്ല, മനുഷ്യനോടല്ല, പാലാരിവട്ടത്തെ ശക്തിയോട്, ഈ സ്റ്റേഡിയത്തെ ചുറ്റി നിൽക്കുന്ന ശക്തിയോട്, എറണാകുളത്തെ ശക്തിയോട്, കേരളത്തിൻ്റെ ശക്തിയോട്, ഭാരതം സേവിക്കുന്ന ശക്തിയോട്. ഇത് ഇത്രയും വലിയൊരു ടീമിനോടാണ് നമുക്ക് പോരാട്ടം. നല്ല കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന നമ്മുടെ സഭയും നമ്മുടെ കുടുംബമൊക്കെ വർക്ക് ചെയ്യുന്നതിനേക്കാൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേഷനാണ്. സാത്താൻ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എന്ത് ചെയ്യും? വധിക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും സാത്താൻ നിൽക്കുന്നതിനേക്കാൾ അങ്ങനല്ലേ ഓരോ ഇസ്രായേൽ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളൊക്കെ നിൽക്കുന്നത് എങ്ങനെയാണ്? ശത്രു നിൽക്കുന്നതിനേക്കാൾ അലേർട്ടായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെപ്പോഴാണ് ശരിക്കും അലേർട്ട്? സഭായോഗത്തിന് ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മുഖമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യാശയുടെ പാട്ട് പാടി
ശുദ്ധീകരണത്തിൻ്റെ വചനം കേൾക്കുന്നു. എന്ത് കൃപയോടുകൂടിയല്ലേ ഈ സമയത്ത് നിങ്ങളോട് ഞാനൊന്ന് ശരിക്കും ഒന്ന് വചനം പറഞ്ഞു കഴിഞ്ഞ് തീരുമാനമെടുത്താൽ പല ദൈവദാസന്മാർ ചെയ്തു കർത്താവിൻ്റെ വേലയ്ക്ക് സമർപ്പിക്കാൻ പറഞ്ഞാൽ വേണം പൂർണ്ണ സമയം കർത്താവിൻ്റെ വേലയ്ക്ക് നിങ്ങൾ കൈപൊക്കി എന്ത് ചെയ്യും? സമർപ്പിക്കും. കാര്യം നിങ്ങൾ നല്ല മൂവ്ഡ് ബൈ ദ സ്പിരിറ്റ്. ആത്മാവിൽ നല്ല ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞായറാഴ്ച സഭായോഗത്തിന് നിങ്ങളൊക്കെ ശക്തരാ, ഞായറാഴ്ച സഭായോഗത്തിന് നിങ്ങളൊക്കെ അലേർട്ടാണ്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ തൊട്ട് എന്താ തീരും? നമ്മുടെ നാക്ക് കൺട്രോളിൽ നിൽക്കത്തില്ല, ചെവി, കണ്ണ്, മൂക്ക്, ഹൃദയം, സ്തോത്രം, വീട്ടിൽ ചെല്ലുമ്പോൾ തൊട്ട് തുടങ്ങും നമ്മുടെ പഴയ മനുഷ്യൻ ജഡം അങ്ങോട്ട് പ്രവർത്തിക്കാൻ തോന്നും. പക്ഷേ ഇവിടെ എന്തോ വചനം പറയുന്നത്? എപ്പോഴും ശക്തമായി നിൽക്കണം. ദുർദിവസത്തിൽ ഇല്ലേ നമ്മൾ അങ്ങോട്ട് ശക്തമായി നിൽക്കുന്ന കുറച്ച് എന്തെങ്കിലുമൊക്കെ വിഷയമിട്ടിട്ട്, ലോകസ്നേഹമിട്ട്, പല വിഷയങ്ങളിട്ടിട്ട് ക്ഷീണിപ്പിക്കുന്ന സ്തോത്രം സമയങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്. അവസാനം വരെയും നമ്മൾ എന്ത് ചെയ്യണം? ഈ പോരാട്ടമുള്ളതുകൊണ്ട് കാഹളം ഊതുന്ന വരെയും ഈ ക്ഷീണമുള്ള സമയത്തും നമ്മൾക്ക് എന്താക്കി തീർക്കണം? ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് വെട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്ക് എഴുന്നേറ്റ് ചില ആൾക്കാരൊക്കെ ഉണ്ടോ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ 1 മണിക്കൂർ എടുക്കും ഒന്ന് ബോധം വരാൻ. പെട്ടെന്ന് ചില പിള്ളേരെയൊക്കെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചാൽ അവർ അതിലേക്കൂടെ നടക്കും, ഇതിലേക്കൂടെ നടക്കും. എന്തുവാ എന്നൊക്കെ പറഞ്ഞ് ബോധമില്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും കാണും അങ്ങനെ. ചിലപ്പം കുറച്ച് സമയമെടുക്കുമെന്ന് എന്ത് ചെയ്യാൻ, ഒന്ന് സുബോധം എന്തുവാ എൻ്റെ സംഭവിക്കുന്നതെന്നൊക്കെ അറിയാൻ. ഈ ക്ഷീണമുള്ള സമയത്തും എതിർത്ത് നിൽക്കണം. വചനം പറയുന്നത് എന്തുവാ? ക്ഷീണമുള്ള സമയം വരാൻ പാടില്ല. നമ്മൾ അതുപോലെ പ്രാർത്ഥനയിലല്ലാതിരിക്കുന്ന സമയം വരാൻ പാടില്ല. ഇടപെടാതെ പ്രാർത്ഥിക്കാനാണ് ബൈബിൾ പറയുന്നത്. ആ സമയത്തും എതിർത്ത് നിൽക്കേണ്ടതിന് എന്ത് ചെയ്യണം? യു ഹാവ് ടു പ്രൈസ് ലോർഡ്. അപ്പം എൻ്റെ ജീവിതത്തിൽ ഒന്നും സാത്താൻ്റെ ഇല്ലാതായിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യണം? എന്നെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. സ്വന്തം ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാൻ സർവായുധ കവചം ധരിച്ച്. ഇനി എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയാം. ജസ്റ്റ് ആ ഓരോ ഭാഗങ്ങളൊന്ന് വായിക്കാം. ആദ്യം അരയ്ക്ക് സത്യം. നമുക്ക് ഈ കാര്യങ്ങൾ അറിയാം. സർവായുധ കവചങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഒന്ന്, അരയ്ക്ക് സത്യം. അരയ്ക്ക് എന്ന് പറയുമ്പോൾ ബെൽറ്റാണ്. വചനത്തിൽ എത്ര പ്രാവശ്യമാണ് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നതെന്നറിയാമോ? ആ ബെൽറ്റ് കെട്ടി റെഡി ആയിട്ടിരിക്കുവാൻ. അപ്പം ബെൽറ്റ് എന്തിനെയാണ് അറിയിക്കുന്നത്? നിങ്ങൾ വിചാരിക്കും നാളെ പാസ്റ്റർ പറഞ്ഞ് ബെൽറ്റ് ഇട്ടുകൊണ്ട് വരാനുണ്ട്. എല്ലാവരും ഒരു വീതിയുള്ള ബെൽറ്റ്, അതിൻ്റെ സ്റ്റീൽ അല്ലെങ്കിൽ ഗൺ മെറ്റൽ അങ്ങനെയൊക്കെയുള്ള മെറ്റൽ വെസ്റ്റ് ഇട്ടിട്ട്, മെറ്റലിൻ്റെ കട്ടിയുടെ കൂടുതലല്ല, അതിൻ്റെ ആർമർ എങ്ങനെ ഉണ്ടായിരിക്കുന്നതെന്ന് അക്ഷരീക അർത്ഥമല്ല, ഇവിടെ എല്ലാം അതിൻ്റെ ആത്മീയ അർത്ഥമായില്ലേ. നമ്മൾ എന്തിൽ കവേർഡായിട്ടിരിക്കണം? സത്യത്തിൽ കവേർഡായി. ഈ സത്യം എന്തുവാ? ദൈവത്തിൻ്റെ സുവിശേഷമാ, വചന സത്യങ്ങളാണ്. ആ സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു റെഡിനെസ് വേണം. പെസഹ നിങ്ങൾ ആചരിക്കണം എന്ന് പറയുന്ന പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പെസഹ ആചരിക്കണം. പെസഹ എന്തിനെയാണ് തെളിയിക്കുന്നത്? പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പിച്ചീരയും ഒക്കെ കഴിച്ച് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ഞാൻ അന്ന് എന്തോ സംഭവിച്ചത്? പുറപ്പാടാ. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ബെൽറ്റൊക്കെ കെട്ടി എന്ത് ചെയ്യണം? എന്തിനാണ് ബെൽറ്റ് കെട്ടുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അറബികളുടെ ലോഹ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ നൈറ്റി പോലെ ബ്ലോന്ന് കിടക്കും. അത് ഭയങ്കര ലൂസാണ്. നൈറ്റി പോലല്ല, ഭയങ്കര ലൂസ്. അതാ ശരിക്കും അവിടെ ലോഹ ഭയങ്കര ലൂസ്. അത് വെച്ച് നൈറ്റിയൊക്കെ ഇടുന്ന സഹോദരിമാർക്കറിയാം, എന്തെങ്കിലും അല്ലെങ്കിൽ ഗൗണൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ, എന്തെങ്കിലും പണി നടക്കുക സഹോദരിമാരത് തിരിച്ചു വേണേൽ വെക്കും. കട്ടിയായിട്ട് പല രീതിയിൽ അവരൊന്ന് ജോലി ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ അത് ചെയ്യുന്നത് കാണാം. അന്നത്തെ കാലത്ത് അവരിടുന്നത് എന്തുവാ? ആ ബെൽറ്റ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ടൈറ്റാണ്, പിന്നെ എന്തും ചെയ്യുവാൻ റെഡിയാണ്. അവർ പിന്നെ യാത്ര ചെയ്യാൻ റെഡിയാണ്. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ബെൽറ്റ് ഇല്ല. യാത്ര തിരിക്കുവാൻ പുറപ്പെടുക, കർത്താവ് ഒരു മിഷന് വേണ്ടി അയക്കുക. അപ്പം ആ സമയത്താണ് കർത്താവ് പല സ്ഥലത്ത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അരകെട്ടി റെഡി ആയിട്ടിരിക്കാൻ. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ എഴുതിയിട്ടുണ്ട് അരകെട്ടി റെഡി ആയിട്ടിരിക്കാൻ. ഒരു ഭാഗം ഒന്ന് വായിച്ച ഏലിയാവിനോട് പറഞ്ഞാൽ ഇന്നലെ വായിച്ചപ്പം 1 രാജാക്കന്മാർ 18-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഫസ്റ്റ് കിങ് 18:46. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു. അവൻ അരമുറുക്കിയും കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി ഓടി. പരിശുദ്ധാത്മാവ് ഏലിയാവിൻ്റെ മേൽ വന്നപ്പോൾ ആണ് ഏലിയാവ് എന്ത് ചെയ്ത്? റെഡിയായത്. ബെൽറ്റ് കെട്ടലല്ല, ഞാൻ പറഞ്ഞ അക്ഷരീകമായിട്ട് ബെൽറ്റ് കെട്ടലല്ല. പക്ഷെ ഇവിടെ എന്തോ ചെയ്യണമായിരുന്നു? ആഹാബിൻ്റെ രഥത്തിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യന് പറ്റുന്ന കാര്യമാണോ? ദ കിങ്സ് ഹോഴ്സസ് എന്ന് പറഞ്ഞാൽ ദ ഫൈനസ്റ്റാണ്. അറേബ്യൻ ഹോഴ്സസിലൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾ അറേബ്യൻ കുതിര കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ഊട്ടി പോകുമ്പോൾ കാണുന്ന കോവർക്കഴുതയല്ല,
ശരിക്കുമുള്ള അറേബ്യൻ കുതിരയുടെ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ എനിക്കൊരു കാലത്ത് ഒരു ഭയങ്കര ഭ്രമം ഉണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതൊക്കെ കുഞ്ഞിലെ ചെയ്തുകൊണ്ട് അതിൻ്റെ ഭ്രമമൊക്കെ പോയി. വലിയ വണ്ടികളൊക്കെ ലൈസൻസ് കിട്ടുന്നത് ബസ്, മിനി ബസ് വരെ ഓടിക്കാൻ. പിന്നെ എനിക്കൊരു കൊതിയായിരുന്നു കുതിര ഓടിക്കാൻ പഠിക്കണം. ഞങ്ങളുടെ അവിടെ തിരുവല്ലയിൽ മാത്രം ഒരു സെൻറ്ററുണ്ട് കുതിര. ഞാൻ ഒത്തിരി പറഞ്ഞു നോക്കി, ഊട്ടി ചെന്ന് കുതിര വാങ്ങിക്കാൻ നോക്കി, കുതിര ഓടിക്കാൻ ഒത്തിരി പണികൾ നോക്കി. പണ്ട് തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് കുതിരയെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, പഠിപ്പിക്കുന്ന പല സെൻറ്ററിലൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കുതിര അതിൽ നിന്നൊരു ചവിട്ട് കിട്ടിയാൽ മതി, ആക്രമിക്കുകയും ചെയ്യും. ഈ അറേബ്യൻ കുതിരയുടെ വലുപ്പവും അതിൻ്റെ മറ്റേതിന് വല്ല ക്യാബേജോ ക്യാരറ്റോ ഒക്കെ കൊടുത്താൽ മതി. ഇതിൻ്റെ മെയിൻ്റനൻസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഞാൻ ചില സ്ഥാപനത്തിൽ ചെന്ന് ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഇത്രയും ഫീസ് വാങ്ങിക്കുന്നത്? ഒരു 3 ആഴ്ചത്തേക്ക് 2 ആഴ്ചത്തേക്ക് 25,000 രൂപയൊക്കെ നിങ്ങൾ എന്തിനാ ഇത്രയും ഫീസ് വാങ്ങിക്കുന്നത് കുതിര ഓടിക്കാൻ പഠിപ്പിക്കാൻ? അവർ പറഞ്ഞു ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇതിന് പ്രത്യേക ട്രെയിനേഴ്സുണ്ട്, അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ല നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന കോവർ കഴുത, അതിന് കഴുതയും കുതിരയും കൂടി ക്രോസാണ്. അത് ഇത്രയ്ക്കുള്ള എഫിഷ്യൻസിയേ ഉള്ളൂ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കുതിര എന്ന് പറഞ്ഞാൽ അതിനെ ഹോഴ്സ് പവറിന്, എൻജിൻ പവറിനെ അളക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ഹോഴ്സ് പവർ ഭയങ്കരമാണ്. അതിന് ഒരു കുതിരയല്ല, നിങ്ങൾക്കറിയാമല്ലോ പഴയ കാര്യങ്ങൾ, കഥകൾ അല്ലെങ്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ഒരു നിരയാണ്. അപ്പം ഒരു 12 കുതിര 20 കുതിരയുടെയോ ഒരു കാർട്ട് അത് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കുതിരയുടെ പവറല്ല ഇൻറ്റു 20. അതിൻ്റെ ഫ്രണ്ടിൽ ഓടാനാണ് ആ സമയത്ത് ഏലിയാവിന് അത്യാവശ്യം പ്രായമൊക്കെ കാണുമല്ലോ. ഈ പ്രായത്തിൽ അല്ലെങ്കിൽ ഈ അനുഭവത്തിൽ നിൽക്കുന്ന ഏലിയാവിനോട് പറയുക, താൻ ഓട്ടക്കാരനൊന്നുമല്ല, താൻ ദൈവദാസൻ, അഭിഷക്തനാണ്. തന്നോട് പറയുക ആഹാബിൻ്റെ കുതിരയുടെ പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ വന്നപ്പോൾ യഹോവ തന്നെ ശക്തീകരിച്ചു. താൻ അരമുറുക്കി. ഞാൻ ഓടിയിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കിത് ദൈവം ഏൽപ്പിച്ച മിഷൻ വലുതാണ്. എനിക്കിത് കഴിയുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവം പറഞ്ഞു ഓടാൻ ഞാൻ ഓടി തുടങ്ങുക. സ്തോത്രം. തീർച്ചയായിട്ടും ഈ ഇത്രയും ഹോഴ്സ് പവറുള്ള ആ ചാരിയറ്റിന് മുമ്പിൽ എനിക്കെത്താൻ കഴിയും. അങ്ങനെയല്ല ഇവിടെ എഴുതിയേക്കുന്നത്. ഒന്നുകൂടി വായിച്ചേ. എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ അരമുറുക്കിക്കൊണ്ട് ഇസ്രായേലിൽ എത്തും വരെ ആഹാബിന് മുമ്പായി. കർത്താവിന്റെ കരമാ നമ്മളെ ബലപ്പെടുത്തുന്നത്, ഇല്ലേ? പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ എൻകറേജ് ചെയ്യുന്ന കർത്താവിന്റെ കരമാ നമ്മളിവിടെ കാണുന്നത്. സ്തോത്രം. അല്ലേ? അപ്പോൾ ഈ ബെൽറ്റ് എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? റെഡിനെസ്. എന്ത് കർത്താവ് പറഞ്ഞാലും നമുക്കൊരു സ്വഭാവമുണ്ട്, എന്ത് പറഞ്ഞാലും ഞാൻ പലപ്പോഴും ആൾക്കാരെയൊക്കെ മീറ്റിംഗ് ആട്ടെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സഭയിൽ നമുക്ക് ഒന്നിച്ചൊരു അയ്യോ പാസ്റ്റർ ഈ ആഴ്ച എനിക്ക്, അയ്യോ പാസ്റ്റർ ഇന്ന കാര്യങ്ങൾ. നമ്മുടെയൊക്കെ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട സഭയുടെ അല്ല. ഇനി നമ്മളോട് പേഴ്സണലി കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ പോലും ബൈബിളിൻ്റെ അകത്ത് ഒത്തിരി ദൈവദാസന്മാർ ഇതുപോലെ എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേര്, ഏലിയ പോലും എക്സ്ക്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഇസബേലിൻ്റെ അടുത്തും അല്ലെങ്കിൽ ഓരോ കാര്യത്തിനൊക്കെ കർത്താവ് ഇടപെടുമ്പോൾ എക്സ്ക്യൂസ് പറയുമ്പോൾ എനിക്ക് പ്രായമുണ്ട്. മോശ പോലും എന്ത് പറഞ്ഞു? എനിക്ക് പ്രായമുണ്ട്, വിക്കന, പണ്ടൊക്കെ പറ്റുമായിരുന്നു, ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. എക്സ്ക്യൂസ് പറഞ്ഞു ഒത്തിരി ദൈവദാസന്മാർ, ഗിദെയോൻ തൊട്ട് ബൈബിളിൻ്റെ അകത്ത് എത്ര ദൈവദാസന്മാരുണ്ട്, എത്ര ദൈവദാസന്മാരുണ്ട്. എന്നെക്കൊണ്ട് കഴിയത്തില്ല. കർത്താവിന് എന്ത് മതി? ഒരു റെഡിനെസ്. ആ ബെൽറ്റ് വേറെ ഒന്നുമല്ല, സത്യമാണ്. സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഒരു റെഡിനെസ്. അസത്യം അല്ലെങ്കിൽ ബൈബിളിൻ്റെ അകത്ത് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്, പുട്ട് അവേ യുവർ ലൈങ് ലിപ്സ് എന്ന് എഴുതിയിരിക്കണം. നിൻ്റെ ഈ ബോഷ്കു പറയുന്ന നാവ് എന്ത് ചെയ്യണം? ഈ അല്പം ലാഭത്തിന് വേണ്ടി, അല്പം ആളാകാൻ അല്ലെങ്കിൽ ബോഷ്കു പറയുന്ന ആ നാവ് എന്ത് ചെയ്യണം? പുട്ട് അവേ. ഇത് പെട്ടെന്ന് മനുഷ്യനിൽ വരും. ഒരു കാര്യം ആൾക്കാർ ചോദിക്കുമ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്ത് പറയും? ആർക്കും ദോഷമില്ലാത്ത കള്ളം വൈറ്റ് ലൈൻ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ലൈൻ ബ്ലാക്ക് ലൈൻ ഒന്നുമില്ല. സ്തോത്രം. ഏത് കള്ളവും എന്തുവാ? മനുഷ്യൻ കേട്ടാലും സഭക്കാർ കേട്ടില്ലേലും ദൈവദാസൻ കേട്ടില്ലായിരിക്കും. ആരാ ഇതിനെ? ഹാലല്ലേ, ദൈവം ഇത് കേൾക്കുന്നു. നിൻ്റെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ കർത്താവ് കുറിച്ച് വെക്കും. ന്യായവിധി കണക്ക് ചോദിക്കും. ഒന്നും പറയാൻ പറ്റാതായി വരും. നിത്യത നഷ്ടപ്പെടാനിടയായി തീരല്ല. നിത്യത നഷ്ടപ്പെടുമോ ദൈവമക്കളെ? കൊലപാതകം ചെയ്താലും വ്യഭിചാരം ചെയ്താലും മാത്രമല്ല. വെളിപ്പാട് ദിവസം നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ വായിക്കണ്ട, പിന്നീട് വായിച്ചാൽ 22-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യം, ഡോഗ്സ് ആൻഡ് ലയേഴ്സ് ഔട്ട്സൈഡ് ദ ഗേറ്റ്സ് ഓഫ് ഹെവൻ എഴുതിയിരിക്കുന്നു. യേശു കർത്താവ് പറയുക, പോഷ്കു പറയുന്നവരും നായ്ക്കളും ആ സ്വർഗം അല്ലെങ്കിൽ ആ പുതിയ യെരൂശലേം എന്ന പട്ടണത്തിൻ്റെ ഗേറ്റിൻ്റെ പുറത്ത്
അപ്പം പോഷ്കു പറയുന്നത് ഇത്രയും നിത്യത നഷ്ടപ്പെടുന്ന കാര്യമാണ്. ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും ഒക്കെ പെട്ടെന്ന് നമ്മുടെ നാവിൻ്റെ അടിയിലോട്ട് എന്ത് വരും? എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ടെൻഡൻസി വരും. ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ, ആത്മാവിൽ ബലം പ്രാപിച്ചിരിക്കുമ്പോൾ പോഷ്കു വേണ്ട, സത്യം പറഞ്ഞാൽ മതി. സത്യം പറഞ്ഞിട്ട് എന്ത് നഷ്ടം വന്നാലും കർത്താവ് കൂടെ ഉണ്ടത്. കർത്താവ് അത് കാര്യം നോക്കിയോ. സത്യത്തിന് വേണ്ടി നിൽക്കാൻ, സത്യവചനത്തിന് വേണ്ടി നിൽക്കാൻ, സത്യ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഉള്ള ഒരു റെഡിനെസ് ഇല്ലേ? ആ ബെൽറ്റ് ഓഫ് ട്രൂത്ത്. അടുത്തത് എന്തുവാ? നീതി എന്ന കവചം. ഈ ബ്രസ്റ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഈ ഇടയ്ക്കുള്ള കംപ്ലീറ്റ് പ്രധാന ഭാഗം കവർ ചെയ്യുന്നത് അതെന്തുമായിരിക്കണം? നീതി ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും എന്തായിത്തീരണം? ഞാൻ ആരോട് ചോദിച്ചാലും, ദൈവമക്കൾ ആരെങ്കിലും പറയുമോ അയ്യോ ഞാൻ അനീതി കാണിച്ചെന്ന് പറയുമോ? യേശുവിൻ്റെ ശിഷ്യന്മാർ പോലും എക്സ്ക്യൂസ് പറയാൻ ശ്രമിച്ചു. ഇനി യൂദാസിനോട് എന്തിനാ കർത്താവിനെ ഒറ്റിക്കൊടുത്തോന്ന് ചോദിച്ചാൽ പുള്ളിക്കുമുണ്ട് ഒരു കാരണം. ഈ ചെറിയ ചിലവ് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റത്തില്ല, പല രീതിയിലൊക്കെ ബിസിനസ്സൊക്കെ ചെയ്ത് കാശുണ്ടാക്കിയാലേ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഓഫർ വന്നു, ഞാനതങ്ങ് ഏറ്റാൽ പിന്നെ എന്ത് ചെയ്യണം? വചനം പറയുന്നില്ലേ, വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഞാനങ്ങ് ഏറ്റു. പിന്നെ പരിശുദ്ധാത്മാവ് പറഞ്ഞു നീ എന്തുവാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ഈ അപ്പം കൊടുക്കുന്ന ആൾ എന്തുവാ, ഇവനാണ് എന്നെ കാണിച്ചു കൊണ്ട്. എന്നിട്ട് പോലും ഞാൻ ഏറ്റതാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ആ വാക്ക് അതായിരുന്നു എൻ്റെ പുറയിൽ. ദ്രവ്യാഗ്രഹം അല്ലായിരുന്നോ? എല്ലാവരോടും ചോദിച്ചാൽ അവർക്ക് അവരുടെ ഒരു നീതി പറയാനുണ്ട്. ബൈബിൾ എന്തുവാ പറയുന്നത്? യെശയ്യാപ്രവചന പുസ്തകത്തിൽ പറയുന്നത് നിൻ്റെ നീതി എന്തുവാ? ഈസ് ലൈക്ക് എ ഡേർട്ടി ക്ലോത്ത് എന്ന് എഴുതിയിരിക്കുന്നത്, ഒരു മലിന വസ്ത്രം പോലെ. അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷനിലൊക്കെ പീരിയഡ്സ് ഒക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ അന്ന് ഇന്നത്തെ പാഡ്സ് അല്ല, തുണിയാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു മീനിങ് ആണ് എൻ്റെ ഒറിജിനൽ ലാംഗ്വേജിൽ വന്നിരിക്കുന്നത്. ഈസ് ലൈക്ക് എ വെരി ഫിൽത്തി ക്ലോത്ത്, എ ഡേർട്ടി ക്ലോത്ത്. നിൻ്റെ നീതി എന്തുവാ? ഒരു വൃത്തികെട്ട കറ പരണ്ട തുണി പോലെ. അവിടെ നമ്മുടെ നീതിയും കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലാൻ ശ്രമിക്കല്ലേ. ദൈവത്തിന് കേൾക്കണ്ട. പിന്നെ ആരുടെ നീതി ആയിരിക്കണം? എൻ്റെ നീതിയല്ല. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൽ പറയണം, നിന്നിൽ ക്രിസ്തുവിൽ കൂടുള്ള നീതിയാണ് നിൻ്റെ മേൽ. പ്രൈസ് ലോർഡ്. നിൻ്റെ നീതിയല്ല, നോട്ട് മൈ ഓൺ റൈച്ചസ്നസ്. ഒന്ന് വായിച്ച ഫിലിപ്പിയർ 3:9. ന്യായപ്രമാണം മൂലം എൻ്റെ സ്വന്തം നീതി അല്ല. ന്യായപ്രമാണത്തിൽ നീതിയില്ല, ന്യായപ്രമാണം ആരെയും നീതീകരിക്കുന്നില്ല എന്നൊക്കെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. റോമാലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ന്യായപ്രമാണം അല്ലെങ്കിൽ ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ഇസ്രായേലിന് കൊടുത്ത പ്രമാണം നിമിത്തം ആരും നീതീകരണം പ്രാപിക്കുന്നില്ല. അത് കുറവുള്ളതായതുകൊണ്ടാണ് ലോർഡ് ഹാസ് ക്യാൻസൽഡ് ഇറ്റ്, ആന്യൂൾഡ് ഇറ്റ്. സ്വന്തം പരിശുദ്ധാത്മാവിൽ നമ്മൾ പലപ്പോഴും വചനങ്ങൾ പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയ യഹോവയായ ദൈവം എങ്ങനെ ഇസ്രായേലിനോട് ഇടപെട്ടു, അന്നത്തെ കട്ടിയുള്ള പ്രമാണം നമ്മൾ പലപ്പോഴും ഉദ്ധരണികൾ പഴയ നിയമത്തിൽ നിന്ന് എടുക്കുമെങ്കിലും അവസാനം നമ്മളത് എവിടെ കൊണ്ടുവന്നെത്തിക്കും? യെസ്, പുതിയ നിയമഭാഗം കൂടി എടുത്ത് തെളിയിക്കുമ്പോഴാണ് നമ്മുടെ മേലുള്ള നീതി. സ്തോത്രം. അവരുടെ വിളിയല്ല എൻ്റെ മേലുള്ള വിളി, എബ്രഹാമിൻ്റെ മേലുള്ള വിളിയേക്കാൾ ശ്രേഷ്ഠമേറിയ വിളിയാണ് കർത്താവ്. ദ കോളിംഗ് ഈസ് ഗ്രേറ്റ്. ഹല്ലേലൂയ. എൻ്റെ മേലുള്ള ശുശ്രൂഷ വലുതാ. പഴയ നിയമത്തിൻ്റെ മേലുള്ള വന്നും പോയി നിൽക്കുന്ന അഭിഷേകമല്ല, എൻ്റെ മേൽ നിലനിൽക്കുന്ന ഒരു അഭിഷേകമാണ്. അവർക്ക് പ്രാർത്ഥനയിൽ കൂടി കർത്താവിനോട് സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോൾ, അവിടെ ലേവിയർക്ക് മാത്രം ശുശ്രൂഷ ചെയ്യാനിരിക്കുമ്പോൾ, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വിലയേറിയ ശുശ്രൂഷയ്ക്കാണ്, രാജകീയ പുരോഹിത വർഗമാണ്. അത് തെളിയിക്കാനാണ് നമ്മൾ. സ്തോത്രം. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഇവിടും കണ്ടു, എൻ്റെ നീതിയല്ല, എൻ്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണം നിമിത്തമുള്ള നീതിയല്ല, വിശ്വാസത്താൽ ക്രിസ്തുവിൽ കൂടുള്ള നീതി മാത്രമേ എൻ്റെ മേലുള്ളൂ. പൗലോസ് പണ്ഡിതനാ, ന്യായപ്രമാണത്തിൻ്റെ സ്കോളറാണ്. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ദ ബെസ്റ്റ് ടീച്ചർ. ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ നിന്ന് ആർക്കും തന്നോട് വചനം തർക്കിച്ച് ജയിക്കുവാൻ പറ്റത്തില്ല. അതുപോലെ ഡീപ്പ് നോളജ്, അതിൻ്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ്സ്, ആ ഒറിജിനൽ ഹല്ലേലൂയ എല്ലാ അർത്ഥവും, ആ കാലഘട്ടവും ചരിത്രവും ഫിലോസഫിയും എല്ലാം വിദ്യാബഹുത്വമുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ താൻ പറയുക, ഇതൊന്നും, ഈ നീതിയും ഈ അറിവും ഒന്നും ഞാനിവിടെ അപ്ലൈ ചെയ്താൽ ഒരു ജാതിയും രക്ഷിക്കപ്പെടത്തില്ല. തന്നെ ഇവിടെ അയക്കുന്ന എഫെസോസ്, കൊലോസിയ സ്ഥലത്ത്, ഹല്ലേലൂയ, ഫിലിപ്പിയ, പ്രൈസ് ലോർഡ്, കൊരിന്ത് ദേശത്തൊന്നും ആരും രക്ഷിക്കപ്പെടത്തില്ല. എൻ്റെ സ്വന്തം നീതിയല്ല, ന്യായപ്രമാണത്തിൻ്റെ നീതിയല്ല,
വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ നീതിയാണ് എൻ്റെ മേലുള്ളത്. നിങ്ങൾ മനസ്സിലായോ? ആ നീതി എന്ന കവചം. പിന്നെ അടുത്തത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഈ സുവിശേഷം എന്തുവാ? കാലിന് ചെരുപ്പാക്കി. ഈ വചനം, ഈ സുവിശേഷം, ഐ സ്റ്റാൻഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ഇല്ലേ? സുവിശേഷകൻ്റെ കാൽ എത്ര മനോഹരം എന്ന് പറയുവാൻ കാരണം അവരുടെ കാലിങ്ങനെ ക്ലീൻ ചെയ്ത്, ട്രിം ചെയ്ത്, ഗ്രൂം ചെയ്ത്, ഡ്രൈ സ്കിൻസ് ഒക്കെ മാറ്റി ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നല്ല എൻ്റെ അർത്ഥം. സുവിശേഷകൻ്റെ കാൽ എത്ര മനോഹരം. സുവിശേഷകൻ നിൽക്കുന്ന ഒരു വചനമുണ്ട്. സുവിശേഷകൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ താൻ നിൽക്കുന്ന ഒരു തീരുമാനമുണ്ട്. താൻ വചനത്തിനാണ് പ്രാധാന്യത കൊടുക്കുന്നത്. താൻ ചെയ്യുന്ന ശുശ്രൂഷ എന്തുവാ? വചനം വ്യാപാരം ചെയ്യുക, വചനം മറ്റുള്ളവർക്ക് പകരുക. താൻ വചനത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് തൻ്റെ കാൽ, താൻ എന്തിന്മേൽ നിൽക്കുന്നു, താൻ മനോഹരമായി തീരുന്ന, തൻ്റെ കാൽ മനോഹരമായി തീരുന്ന, തൻ്റെ യാത്രകൾ, താൻ എവിടെ വിസിറ്റ് ചെയ്യുന്നു, താൻ എന്ത് സംസാരിക്കുന്നു, അതൊക്കെ മനോഹരമായി തീരുന്നത് തൻ്റെ പ്രത്യേകതയല്ല, നീതിയല്ല, അതാ വചനത്തിൻ്റെ പ്രത്യേകത. ആ വചനത്തിൽ നിന്ന് മാറല്ല. ഇല്ലേ? 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിലൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ എഴുതിയിരിക്കുന്നത് എന്തുവാ? പുരുഷത്വം പ്രാപിപ്പീൻ, ശക്തി ഏറ്റെടുത്ത് വചനത്തിനു വേണ്ടി നിൽക്കാൻ അവിടെ എഴുതിയിരിക്കും. നിങ്ങൾക്ക് അറിയാമല്ലോ, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും വചനം എന്തുവാ പറയുന്നത്? തലകുനിക്കല്ല. വചനത്തിൻ്റെ വിഷയത്തിൽ തലകുനിക്കല്ല. പുരുഷത്വം എന്ന് പറഞ്ഞ ക്യാരക്ടർ, ഒരു ക്വാളിറ്റി ഉണ്ട്. ഡു നോട്ട് കോംപ്രമൈസ്. വചനത്തിന് വേണ്ടി അതിനെ ആരെതിർത്താലും, ഗവൺമെൻറ് നിയമങ്ങൾക്ക് ഭേദഗതി വരുത്താലും, കേരളം ഇനി ഒരു ആൻറ്റി കൺവേർഷൻ ബില്ല് പാസ്സാക്കിയാലും, ഹാലല്ലേ, നമ്മളോട് എന്തുവാ പറഞ്ഞിരിക്കുന്നത്? വചനത്തിന്. ഇനി കോവിഡ് പോലുള്ള പല മഹാമാരികളൊക്കെ വന്നെന്നിരിക്കും അന്ത്യനാളുകൾ. കോവിഡ് വരുമ്പോൾ ഒരു തീരുമാനം, കോവിഡ് പോകുമ്പോൾ വേറൊരു തീരുമാനം, ബില്ല് പാസ്സാക്കുമ്പോൾ ഒരു തീരുമാനം, ഗവൺമെൻറ് നിയമം മാറ്റം, കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് AI വരുമ്പോൾ, ഇതൊക്കെ AIയുടെ കാലഘട്ടമല്ലേ? ഇപ്പോഴും ആ പഴയ വചനവും പിടിച്ചുകൊണ്ടിരിക്കുവാണോ? ഇവിടെ എന്തോ ഒന്ന് വചനത്തിൻ്റെ മേൽ നിൽക്കുന്നത് നമ്മൾ കണ്ടു. കൊലോസ് ലേഖനം ഒന്ന് വായിച്ചേ. അത് വചനത്തിൽ നിന്ന് മാറിപ്പോകലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. കൊലോസ് ലേഖനം 1:23. ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നു. നിങ്ങൾ കേട്ടുപിടിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും. ഇവിടെ എഴുതിയേക്കുന്ന ഡീപ്പ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്, ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ഇളകാതെ അടിസ്ഥാനപ്പെട്ടു എന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. ഡീപ്പ് റൂട്ടഡ് ആൻഡ് ഗ്രൗണ്ടഡ്. പൈലൊക്കെ ചെയ്ത് ഉറപ്പിക്കുമല്ലോ ഫൗണ്ടേഷൻ. പൈൽ ചെയ്യാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുലുക്കം വരുമ്പോൾ പൈൽ ചെയ്യുവാന്ന് പറഞ്ഞാൽ എന്തുവാ? അതങ്ങ് പോകും. ഈ എറണാകുളത്തൊക്കെ പല സ്ഥലങ്ങളും പൈൽ ചെയ്ത് 100 മീറ്ററും ഒക്കെ പോവും. ഭയങ്കരമായിട്ട് പോകുന്ന ഏരിയകളുണ്ട്. ഇവിടെ എല്ലാം ചതുപ്പല്ലേ, കല്ല് കിട്ടുന്നത് വരെ എന്ത് ചെയ്യും? പോവും. അതാ പൈലിങ്. അതുകൊണ്ട് പൈലിങ് ആൾക്കാർ ആദ്യമേ, ഞാനും വിളിച്ചായിരുന്നു, ആദ്യമേ അവർ പറയും നിങ്ങളുടെ റിസ്കിൻ്റെ പുറത്താണ്, ഇത് എത്ര ആഴം പോകുമെന്ന് എനിക്കറിയാം, കല്ല് കണ്ടാലേ ഞങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ. അതിനെ പൈലിയ തുടങ്ങുമ്പോൾ അവരതാ ചെയ്യുന്നത്. കല്ല് കാണും. അപ്പം അതിൻ്റെ പ്രത്യേകത എന്തുവാ? ഇവിടെ ഒരു 8 നില ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷനാണ് 3 നിലയോടുകൂടി അങ്ങ് താഴെ പോയത് കലൂർ. ഇത് പൈൽ ചെയ്ത ബിൽഡിങ് എന്ത് ചെയ്യും? ഡീപ്പ് റൂട്ടഡ് ആയതുകൊണ്ടും പാറമേലായതുകൊണ്ടും എത്ര കുലുക്കം വന്നാലും ഇളകിപ്പോകത്തില്ല. അപ്പോൾ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ഇളകിപ്പോകാതെ അടിസ്ഥാനമുണ്ട്. ഏതിലാണ് നമ്മുടെ അടിസ്ഥാനം ദൈവമക്കളെ? വചനത്തിൽ. ഇല്ലേ? സ്തോത്രം. സ്റ്റാൻഡിങ് ഓൺ ദ വേർഡ്. സുവിശേഷം നിങ്ങളുടെ കാലിന് ചെരുപ്പായിട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നിൽക്കുന്ന എന്തുവാ? ആ സുവിശേഷം, നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ പുറത്ത്, വചനത്തിൻ്റെ പുറത്ത്. യു ആർ സ്റ്റാൻഡിങ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. നമ്മൾ നിൽക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? വചനത്തിൻ്റെ പുറത്ത്. അതിൽ നിന്ന് എന്ത് ചെയ്യുന്ന എഴുതിയേക്കുന്നത്? ഡോണ്ട് ബി മൂവ്ഡ് അവേ. വചനത്തിൽ നിന്ന് മാറിപ്പോകല്ലേ. പിന്നെ 4-ാമത്തെ പരിചയം എന്തുവാണ്? എത്ര ആരോ വന്നാലും, എത്ര നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വെടിയുണ്ടകൾ വന്നാലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തുവാ? വിശ്വാസമെന്ന പരിച. വചനത്തിലെല്ലാം പറയുന്നു, കർത്താവേ ആ നാൾ വരെയും എന്നെ കാക്കുവാൻ ശക്തൻ. ഇല്ലേ? എൻ്റെ പരിചയം ആരാ? സങ്കീർത്തനം എവിടെ വായിച്ചാലും അവിടെ എഴുതിയേക്കുന്നത് എൻ്റെ സഹായവും എൻ്റെ പരിചയം. God is my shield and my helper. സ്തോത്രം. എൻ്റെ സഹായവും എൻ്റെ പരിചയം. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്മുടെ ആ പ്രൊട്ടക്ഷൻ എന്തുവാണെന്നറിയാം? വിശ്വാസമാണ്. നിങ്ങൾ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോകാതെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ സാത്താൻ്റെ ഒരു പദ്ധതിയും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യത്തില്ല. നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുക. ആരും നിങ്ങളുടെ കൂടെ നിന്നില്ല, കുടുംബം കൂടെ നിന്നില്ല, ആരും. യു സ്റ്റാൻഡ് സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ
സാത്താൻ്റെ ഒരു അമ്പും ഒരു പദ്ധതിയും ഒരു പണിയും എന്ത് ചെയ്യത്തില്ല, ഏക്കത്തില്ല എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, വീണ്ടും രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളും. ആ ഹെൽമെറ്റ് എന്തുവാ? രക്ഷ എന്ന ശിരസ്ത്രം. സങ്കീർത്തനത്തിലൊക്കെ എഴുതിയിരിക്കുന്നു, ലോർഡ് യു ഹാവ് കവേർഡ് മൈ ഹെഡ്. ഒന്ന് വായിച്ച 140:7 സങ്കീർത്തനം. ഒത്തിരി വാക്യങ്ങളുണ്ട്, അത് നമ്മൾ എല്ലാം വായിക്കുന്നില്ല. എന്റെ രക്ഷയുടെ ബലമായ കർത്താവായ യഹോവേ, യുദ്ധദിവസത്തിൽ നീ എന്റെ തലയിൽ ശിരസ്ത്രമിടുന്നു. യുദ്ധ ദിവസത്തിൽ പോരാട്ടം വരുമ്പോൾ എൻ്റെ തല കവർ ചെയ്യുന്നത് ആരാ? ലോർഡ് യു ഹാവ് കവേർഡ് മൈ ഹെഡ്. ഈ തല കവർ ചെയ്യുന്ന എന്തിനാ? തലയ്ക്ക് വെടി കൊണ്ടാൽ പിന്നെ ശരീരം കുഴപ്പമൊന്നുമില്ല, ക്ഷീണമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? ജീവൻ പോകത്തില്ലേ? ടു സസ്റ്റെയിൻ ലൈഫ് ഇല്ലേ? ഈ ജീവൻ നിലനിർത്താനാണ് ഈ തല നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇവിടെ എഴുതിയ കർത്താവേ നീയാണ് എൻ്റെ തലയിൽ ശിരസ്ത്രം വെക്കുന്നത്. സ്തോത്രം. യു ഹാവ് കവേർഡ് മൈ ഹെഡ്. കർത്താവാണ്. സാത്താൻ്റെ പദ്ധതികളൊന്നും. ഇവിടെ എന്തുവാണ് ആ ഹെൽമെറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്? രക്ഷ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ രക്ഷിക്കപ്പെട്ട ദിവസം നടന്നത് മാത്രമല്ല, അവസാനം വരെ രക്ഷിക്കപ്പെടുക. ഇറ്റ് ഈസ് എ പ്രോസസ് ഇല്ലേ? ശുദ്ധീകരണം പ്രാപിച്ച് രക്ഷയുടെ പ്രവൃത്തികൾ ചെയ്ത് ആ രക്ഷ അവസാനം വരെ വിശ്വസ്തരായി നിന്നാൽ മാത്രമേ നീ എന്ത് ചെയ്യത്തുള്ളൂ? രക്ഷിക്കപ്പെടത്തുള്ളൂ. അവസാനം വരെ സഹിച്ചാൽ മാത്രമേ നീ എന്ത് ചെയ്യത്തുള്ളൂ? യെസ്, അല്ലല്ലേ? അപ്പോൾ പല കണ്ടീഷൻസ് അപ്ലൈ. ഞാൻ പണ്ട് ഏറ്റു പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു. എൻ്റെ ബൈബിളിൻ്റെ ഫ്രണ്ടിലും എഴുതിയിട്ടുണ്ട് കേട്ടോ. രക്ഷിക്കപ്പെട്ട ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് സ്നാനപ്പെട്ട ഒരു ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അല്ലല്ലോ, പരിശുദ്ധ അഭിഷേകം. പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. പഴയ രീതി അനുസരിച്ച് ബൈബിൾ ഇങ്ങനെ 3 ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ ഡേറ്റ് എൻ്റെ ബൈബിളിൽ കിടക്കും. ഞാൻ അവസാനം വരെ വിശ്വസ്തരായി തീർന്നില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടുമോ ദൈവമക്കളെ? എനിക്ക് വേണേൽ പറയാം, ഞാൻ അന്ന് രക്ഷിക്കപ്പെട്ടതാണല്ലോ, അന്ന് തുടങ്ങിയതേ ഉള്ളൂ ദൈവമക്കളെ രക്ഷ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ജീവൻ നിലനിൽക്കണമെങ്കിൽ നമുക്ക് ദൈവമക്കളെ വളരെ കൃപയോടുകൂടി നിൽക്കേണ്ട ഒരു വിഷയമാണ്. മേൽക്കുമേൽ ശക്തി പ്രാപിച്ച് ആ രക്ഷയ്ക്ക് വേണ്ടി, വചനത്തിന് വേണ്ടി, ആ രക്ഷ പൂർണ്ണമാകുവാൻ പരിശുദ്ധാത്മാവ് പറയുന്ന തീരുമാനങ്ങൾ എടുത്ത് എന്നാൽ മാത്രമേ ഈ ആത്മീയ ജീവിതം നിലനിൽക്കുവാൻ കഴിയത്തുള്ളൂ. എത്ര പേരാണ് ആത്മീയ ജീവനോടുകൂടി എന്നേക്കാൾ ശക്തരായി, നമ്മൾ ഓരോരുത്തരെക്കാൾ ശക്തരായി നിന്ന കർത്താവിൻ്റെ ദാസന്മാർ അവരുടെ അവസാനം ഓർക്കുമ്പോൾ നമുക്കൊരു പേടി വരും ഇല്ലേ? അയ്യോ, ഈ പോക്ക് പോയാൽ ഞാനും അങ്ങ് എത്തുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും മാനസികമായിട്ട്. അപ്പോൾ ഈ ആത്മീയ ജീവിതം നിലനിൽക്കണമെങ്കിൽ ദൈവമക്കളെ, ശിരസ്ത്രം രക്ഷ. ആ രക്ഷ ആരാന്ന് നമുക്കറിയാമല്ലോ, യേശുവിൽ കൂടെയുള്ള രക്ഷയാണല്ലോ. രക്ഷയും പിന്നെ അടുത്തത് ഇത് രണ്ടും ഒന്നിച്ചാ പോകുന്നില്ലേ? രക്ഷയുടെ ശിരസ്ത്രവും രണ്ടാമത് ദൈവവചനമെന്ന വാളും. ദൈവവചനത്തിൽ കൂടാണില്ലേ യേശു പിശാചിനെ ജയിച്ചതും? എങ്ങനെയാണ്? ഓരോ പദ്ധതിയുമായിട്ട് വന്നപ്പോൾ വചനം ആ വാളിന് നല്ല മൂർച്ച വേണം. വചനം എങ്ങനെയാണ്? ഇരുവായ തലയുള്ള ഇറ്റ്സ് എ 2-edged sword. ഈ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് വല്ല കാര്യമുണ്ടോ? എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യമാണ്, ഞാൻ നല്ലപോലെ പണ്ട് കുക്ക് ചെയ്യുമായിരുന്നു. കല്യാണത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് കയറിയിട്ടില്ല. പക്ഷെ വല്ലപ്പോഴും ഒക്കെ കയറും, ഒരു മൂടൊക്കെ അനുസരിച്ച്, സമയമൊക്കെ അനുസരിച്ച്. കയറുന്ന സമയത്ത് ഞാൻ ആദ്യം വിഷമം പറയുന്നൊരു വിഷയമാണ്. എനിക്ക് ഭയങ്കര കാര്യം പണ്ടൊക്കെ സഭകൾക്ക് വേണ്ടി വലിയ മീറ്റിങ്സൊക്കെ നടക്കും. വലിയ മീൻ മുറിക്കാനും, വലിയ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈസുള്ള മീനൊക്കെ മുറിക്കും, എന്തും ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പം ഇറച്ചി ബീഫിൻ്റെ ഒക്കെ ഇങ്ങനെ എല്ലോട് കൂടി വാങ്ങിച്ചുകൊണ്ട് വരും. വലിയ മീറ്റിങ്സിന് അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് നമ്മൾ പല സഭകളായിട്ടൊക്കെ. അതിനെല്ലാം ഞാൻ റെഡിയാണ്. വലിയ മീൻ മുറിക്കണം, ഇറച്ചി മുറിക്കണം. പക്ഷേ എനിക്ക് എന്ത് വേണം? ആ തരുന്ന കത്തിക്ക് എന്ത് വേണം? മൂർച്ചയില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. ഞാൻ പറയും, വീട്ടിൽ മൂർച്ചയുള്ള കത്തിയുണ്ട്. ഞാൻ എപ്പോൾ ചോദിച്ചു നോക്കിയാൽ അവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ആദ്യം കത്തി എടുത്തിട്ട് ചോരച്ച് ഈ കത്തി മൂർച്ചയില്ലെങ്കിൽ പിന്നെ ഇതും കൊണ്ട് ഇന്ന് ചിലർ ഈ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാം. എനിക്കത് പറ്റത്തില്ല. അല്ലേ? ഈ വചനത്തിൽ സ്ട്രോങ് ആയി നിന്നില്ലെങ്കിൽ ആ പിശാചിനെ വെട്ടാൻ പറ്റത്തില്ല, ഒരു പണി നടക്കത്തില്ല, പിശാചിന് മേൽ ജയം പ്രാപിക്കത്തില്ല. ഇരുവായ തലയുള്ള വാളാണ്. 2-edged sword. ഒരു സൈഡിലല്ല മൂർച്ച വേണ്ടത്. ഇടത്തുനിന്നും വലത്തുനിന്നും വന്നാൽ എന്ത് ചെയ്യണം? സാത്താൻ ഇടത്തുനിന്നും വലത്തുനിന്നും വന്നാൽ, ആരിൽ കൂടി വന്നാൽ, പുറത്തുള്ളവരിൽ നിന്നും അകത്തുള്ളവരിൽ നിന്ന് വന്നാൽ, സ്തോത്രം, ഹല്ലേലൂയ, അവിടെ എല്ലാം വെട്ടി സാത്താനെ റെഡിയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൂർച്ചയുള്ളവരായി നിൽക്കണം. ആ മൂർച്ച ഏതിലാണ് വേണ്ടത്? വചനമാണ് ഇല്ലേ? വചനമാണ് നമ്മുടെ വാളില്ലേ? വചനത്തിൽ എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. യെശയ്യാപ്രവചനം 49-ാം അധ്യായത്തിൽ എഴുതിയേക്കുന്ന എൻ്റെ നാവിനെ കർത്താവ്, എൻ്റെ വായെ കർത്താവ് എന്ത് ചെയ്തിരിക്കും? ഒരു വാളാക്കി തീർത്തെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ എല്ലാം മൂർച്ചയോടുകൂടി നിൽക്കുവാൻ. 2 കൊരിന്ത്യർ 6:7 മാത്രം ഒന്ന് വായിച്ച. 2 കൊരിന്ത്യൻ 6:7. സ്നേഹം, സത്യവചനം, ദൈവശക്തി എന്നിവയിലും
ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് മാനാപമാനങ്ങളും ദുഷ്കീർത്തി ഇവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം, സത്യവചനം, സത്യവചനം, ദൈവശക്തി. ദൈവശക്തി. നിങ്ങൾ കണ്ടോ? നിർവ്യാജ സ്നേഹം. പല പല കാര്യങ്ങൾ അവിടെ ആഴത്തിലുള്ള കാര്യങ്ങൾ. ഇത് ഓരോ ദിവസം തന്നെ പഠിപ്പിക്കാനുള്ള വിഷയങ്ങളാണ്. ആ നിർവ്യാജ സ്നേഹവും എത്ര ഡെപ്തായില്ലേ. സ്നേഹം, സത്യവചനം, ദൈവശക്തി, നിർവ്യാജ സ്നേഹം. ഇതെങ്ങനെ ചെയ്യണം എന്ന് എഴുതിയിരിക്കുന്നത്? ദൈവവചനത്താൽ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ. എന്നാൽ മാത്രമേ ആരുടെ മേൽ ജയം കിട്ടത്തുള്ളൂ. എന്തിനാണ് ഇത്രയും നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്? ദാവീദിൻ്റെ കൂടെ ഉള്ളവരൊക്കെ സാധാരണക്കാരും അംഗവകയിലുള്ളവരും ക്ഷീണമുള്ളവരുമായിരുന്നു. അവരെപ്പറ്റി ദൈവവചനം പറയുന്നത് പരിശുദ്ധാത്മാവിൽ അവരെ ശക്തീകരിച്ചപ്പോൾ, ദൈവം അവർക്ക് ട്രെയിനിങ് കൊടുത്തപ്പോൾ, ഇടം കൈ കൊണ്ടും വലം കൈ കൊണ്ടും യുദ്ധം ചെയ്യുന്ന വീരന്മാരില്ലേ. സ്തോത്രം, ഹല്ലേലൂയ. ഇടം കൈയും കൊണ്ടും വലം കൈയും കൊണ്ടും. എൻ്റെ ഈ ഇടത്തെ കൈ ഒന്നും നമുക്കൊന്നും, ഓരോരുത്തർ നമ്മൾ ഏത് കൈയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് പ്രാപ്തിയുള്ളത്. മറ്റേ കൈ കൊണ്ട് പകുതി കാര്യങ്ങളെ നടക്കുന്നു. പക്ഷേ ദൈവം ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ ഏത് രീതിയിൽ സാത്താൻ അറ്റാക്ക് ചെയ്യാൻ വന്നാലും നമ്മളതിനെ ഡിഫെൻഡും ചെയ്യും. ചിലർ പറയും ഡിഫെൻഡ് ചെയ്താൽ പോരെ, എന്തിനാ അറ്റാക്ക് ചെയ്യുന്നത്? ചുമ്മാ ഇരിക്കുന്ന ആ സാത്താനെ, ശ്രീലങ്കയിലെ പിശാചിനെ, ഓരോ പിശാചിനെയൊക്കെ പോയി വെറുതെ കിടക്കുന്ന രാവണ ശക്തിയൊക്കെ പോയി ഇളക്കി കൊടുക്കുക. എന്നിട്ട് അത് വന്നിട്ട് പിന്നെ ഇവിടെ സഭയിലും കുടുംബത്തിലൊക്കെ വന്ന് പ്രശ്നം ഉണ്ടാക്കും. ഇല്ലേ? നമ്മളായിട്ട് ചെയ്യുന്നതല്ലല്ലോ, കർത്താവ് വായിക്കുന്നതല്ലേ. നമുക്കും ഇഷ്ടമുള്ളത് എന്തുവാ? വെറുതെ വീട്ടിൽ ഇരുന്ന് സ്വന്തം കാര്യമൊക്കെ നോക്കി സമാധാനത്തോട് സന്തോഷത്തോട് കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനാ മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഇഷ്ടം. പക്ഷെങ്കിൽ ദൈവം ഓരോ മിഷനിലും നമ്മളെ അയക്കുമ്പോൾ പുറമോട്ട് തിരിഞ്ഞു നോക്കാൻ പറ്റുമോ? പുറമോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് ഹീസ് നോട്ട് ഫിറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമുക്ക് പ്രയോജനമുള്ള മിഷനൊക്കെ ഓരോ ബിസിനസ് കാര്യങ്ങളും ജോലി കാര്യങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ കറക്റ്റായിട്ട് ചെയ്യും. നമ്മൾ ചെയ്യാൻ വീഴ്ച വരുത്തുന്ന ഏരിയകൾ ഏതാ ദൈവമക്കളെ? കർത്താവ് അയക്കുന്ന മിഷനാണ്. നമ്മൾ ഓരോ പകലും കർത്താവ്, ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യണം, ഇന്ന് ഞാൻ കർത്താവിന് വേണ്ടി ആരെയൊക്കെ ഞാൻ കാണും, അവരോട് എന്ത് സംസാരിക്കണം, അവരോട് സംസാരിക്കാനുള്ള മെസ്സേജ് എനിക്ക് തരണമേ. അവരെ വിവേചിച്ച് അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി ചോദിക്കുന്നതിന് മുമ്പേ നമ്മൾ അവരോട് പറഞ്ഞാൽ ദേ ആർ ഫ്ലാറ്റേഡ്. അവരെന്ത് ചെയ്യും? അവരെ നമുക്ക് കൈക്കലെടുക്കാൻ പറ്റും, കർത്താവിലേക്ക് ആകർഷിക്കാൻ പറ്റും. അവർ വീണ്ടും ഹൃദയം തുറക്കും. അയ്യോ, ഇത് സാധാരണ മനുഷ്യനല്ല, ഇതൊരു ദൈവപുരുഷനാണ്, അയാൾ ദൈവാത്മാ പ്രവർത്തിക്കുന്ന ഒരു സഹോദരിയാണ്, സഹോദരനാണ്. ഞാൻ എൻ്റെ മനസ്സിൽ ഇന്നലെ മുഴുവൻ ഇന്ന് ചിന്തിച്ച് ഭാരപ്പെട്ട വിഷയം ഈ സഹോദരിയിൽ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു. യെസ്, സ്തോത്രം. എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? പ്രൈസ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ഈഗോയൊക്കെ പിടിച്ചിരുന്ന് നിങ്ങൾ ഇന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ബന്ധുക്കൂസാരല്ലേ, നിങ്ങൾ ദൈവമക്കളല്ലേ, ഞങ്ങൾ ഇന്ന സഭക്കാരല്ലേ എന്നൊക്കെ ആ ഈഗോ എല്ലാം പോകും. അവരവരുടെ ഹൃദയം കൂടുതൽ തുറക്കും. നമുക്ക് അവരോട് കൂടുതൽ ദൈവാലോചന ചെയ്യാൻ പറ്റും. ഇത് നടക്കുമോ ദൈവമക്കളെ? ഇതാണ് നമ്മൾ കൂടി കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷ. നമ്മുടെ കോണ്ടാക്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മളെ കുടുംബക്കാരെ കാണുമ്പോൾ, ഓരോ സ്ഥലത്ത് ദൈവാത്മാവ് നമ്മളെ അയക്കുമ്പോൾ, ദൈവമക്കളെ സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇടം, കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 6:7 എഴുതിയിരിക്കുന്ന ഇടം കൊണ്ടും നീതിയുടെ ആയുധങ്ങൾ. സ്തോത്രം. ദൈവവചനത്താലും ആ നീതിയുടെ ആയുധങ്ങൾ വെച്ച് ഇവിടെ നമ്മൾ സ്ഥിരം പഠിക്കുന്ന വിശ്വാസം, ദൈവസ്നേഹം, നീതി, സത്യം, ഇതെല്ലാം സുവിശേഷം ഒക്കെ നമുക്ക് വളരെ ഫെമിലിയറാണ്. എത്ര വർഷങ്ങളായിട്ട് പഴയ വിശ്വാസികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എത്ര വർഷങ്ങളായിട്ട് പാസ്റ്ററെ ഞങ്ങളിത് കേൾക്കുന്നത് ഇല്ലേ? 2 ആയുധം കൂടി യെശയ്യാ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് വായിക്കാം, ഇതിനോട് ചേർന്ന് പഠിക്കുക. യെശയ്യാ പുസ്തകം 59 അധ്യായം 17 വാക്യം. ഐസയ്യാ 59:17. അവൻ നീതിയുടെ കവചം പോലെ ധരിച്ചു, രക്ഷ എന്ന തലപ്പോരിക തലയിലിട്ടു. യെസ്. അവൻ പ്രതികാര വസ്ത്രങ്ങളെ ഉടുത്തു, തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ചു. ഇവിടെ ഒരു കവറിങ്ങാണ് നമ്മൾ കാണുന്നത്. He covered me with എന്ന് എഴുതിയേക്കുന്നത് വെങ്കിയൻസ് ആൻഡ് സീൽ എന്നാണ് കിങ് ജെയിംസ് വേർഷൻ. പല ട്രാൻസ്ലേഷൻ പല വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നത്. അത് മലയാളത്തിൽ എഴുതിയേക്കുന്ന പ്രതികാരവും തീഷ്ണത വസ്ത്രം യഹോവയായ ദൈവം എന്നെ ധരിപ്പിച്ചു എന്നാണ് യെശയ്യാ പ്രവാചകൻ എഴുതിയിരിക്കുന്നത്. യെശയ്യാ പ്രവാചകനും അഭിഷക്തനായതുകൊണ്ട് പോരാട്ടമുണ്ടായിരുന്നു, ശത്രുവിനോടായിരുന്നു പോരാട്ടം. ഇസ്രയേലിനെ ക്ഷീണിപ്പിക്കുന്ന യെശയ്യാവും യെരമ്യാവും എഹെസ്കേലും ദാനിയേലും ഒക്കെ സംസാരിച്ചത് എന്തിനാ? ഇസ്രയേലിൻ്റെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ. എസെക്കിയേൽ എന്തിനാണ് ഇത്രയും എഹെസ്കേൽ ഹല്ലേലൂയ വില കൊടുത്തത്? ശരീരത്തിൽ പോലും താൻ കുടുംബത്തിലൊക്കെ താൻ വില കൊടുത്തത് എന്തിനാണ്? ഇസ്രയേലിൻ്റെ പാപത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ. സ്തോത്രം. അപ്പം പിശാചിനോടും അനേക ദൈവമക്കളെ ക്ഷീണിപ്പിച്ച് കളയുന്ന അനേക ദൈവദാസന്മാരെ കുടുംബങ്ങളെയൊക്കെ പാപത്തിൽ വീഴ്ത്തുന്ന ഒരു സാത്താനോട് നമുക്ക് എന്തുണ്ട്?
പട്ടാളക്കാർ പറയുന്ന പോലെ പറയാന്നേ, പട്ടാളക്കാരാണെങ്കിൽ നിങ്ങൾ എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് കർത്താവ് ട്രെയിൻ ചെയ്യുന്ന ആരായിട്ടാണ്? പട്ടാളക്കാരായിട്ടല്ലേ. ഇപ്പോൾ സഹോദരിമാരും ഇന്ത്യൻ പട്ടാളത്തിലുണ്ട്, ആർമിയിലുണ്ട്, എയർഫോഴ്സിലുണ്ട്, നേവിയിലുണ്ട്, എല്ലായിടത്തും സഹോദരി പെണ്ണുങ്ങളുമുണ്ട്. ഗർജിക്കും ഇല്ലേ, അവരുടെ തൊണ്ടയൊക്കെ അടിച്ചു പോകത്തില്ല എന്ന് വിചാരിച്ചു പോകും നമ്മൾ. അതുപോലാണ് പോരാട്ടമുണ്ട് ഇല്ലേ. ആരോടാ? സാത്താനോട്. ശത്രുവിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ പാകിസ്ഥാൻ എന്നൊന്ന് പറഞ്ഞാൽ മതി, ചൈന എന്നൊന്ന് പറഞ്ഞാൽ മതി. ആ നോർത്തേൺ ആ പൂഞ്ചിലും രജോരിയിലും ഒക്കെ ഉള്ളവർക്ക്, ജമ്മുവിലൊക്കെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ. അല്ലല്ല, പൂഞ്ചിലും രജോരിയിലൊക്കെ ഉള്ളവർക്ക് ഓട്ടന്. നമ്മുടെ ഒരു ദേവദാസിനെ, മാർക്ക് എന്ന് പറഞ്ഞ ദൈവദാസിനെയാണ് ഞങ്ങൾ ടീമായിട്ട് അവിടെ അവിടെ രജോരി എന്ന് പറഞ്ഞ സ്ഥലത്താക്കിയത്. എപ്പോഴും ആൾക്കാർ മരിക്കും. ജമ്മു ബോർഡറാണ് രജോരിയിൽ. എന്നും ഇവിടെ കൊല്ലത്തുള്ള ഒരു മാർക്ക് എന്ന് പറഞ്ഞ മലയാളി ദേവദാസിനെ അവിടെ ആക്കി. താൻ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന, കർത്താവേ ഞാൻ തിരിച്ചെനിക്ക് വീട്ടിൽ ചേരണം കുടുംബത്തോട് കൂടി. താൻ കുടുംബം ഇല്ലാതെ അവിടെ തന്നെ ആദ്യം തന്നെ ആക്കിയത്. അങ്ങനെയുള്ള അവിടെ നിൽക്കുന്ന പട്ടാളക്കാർ ചോദിച്ചാൽ മതി, അത് വേറൊന്നും കൊണ്ടല്ല, അവരുടെ കൂടെ ഉള്ള എത്ര പേരെ കൊന്നതാണെന്നറിയാം. സിയാച്ചിൻ അല്ലെങ്കിൽ ചൈന ബോർഡറിലൊക്കെ യുദ്ധം ചെയ്ത് അവർ കണ്ടുകൊണ്ടിരുന്നതാണ്. കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാമല്ലോ, ചരിത്രം അറിയാമല്ലോ. വെടിവെച്ചുകൊണ്ടിരിക്കുക, അവർ കയറിക്കൊണ്ടിരിക്കുക, ചൈനീസ് ആർമി താഴെ കൊണ്ട് വെടിവെച്ചുകൊണ്ടിരിക്കുക. അവരുടെ കൂടെ ഉള്ളവരെല്ലാം മരിച്ചു വീഴുന്നത് കണ്ടതാണ്. അതുകൊണ്ടാണ് അവർക്ക് ചൈന എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ആരാണേലും ശത്രുവിൻ്റെ പേര് കേൾക്കുമ്പോൾ അവർക്കൊരു, ഇപ്പം ഈ പറഞ്ഞ യഹോവയായ ദൈവം എന്നെ പ്രതികാരം എന്ന വസ്ത്രവും തീഷ്ണത എന്ന വസ്ത്രവും ധരിപ്പിച്ചു. ദൈവമക്കളെ, ഞാൻ വിശ്വസിക്കുന്നു ഈ രണ്ട് കാര്യം കൂടെ കംപ്ലീറ്റ് ആകുമ്പോൾ, വെങ്കിയൻസ് സീൽ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്, ഒരു പ്രതികാരം. ശത്രുവിനോടൊരു പ്രതികാരമില്ലെങ്കിൽ, ആ വിഷയത്തിൽ പോരാട്ടത്തിൽ ഒരു തീഷ്ണതയില്ലെങ്കിൽ, യു നോട്ട് ഫിറ്റ് ഫോർ വാർ. എത്ര ദൈവമക്കളുണ്ടെന്നറിയാം. ദേശത്ത് ഒത്തിരി പേര് പാപത്തിൽ വീഴുന്നു, ദൈവദാസന്മാർ ക്ഷീണിക്കുന്നു, സഭകൾ അല്ലെങ്കിൽ അനേകർക്ക് ആരാധനയ്ക്ക് വരാൻ പറ്റുന്നില്ല. നിങ്ങൾക്കറിയാമോ, ഈ പട്ടണത്തിൽ ആരാധനയ്ക്ക് വന്നുകൊണ്ടിരുന്നോണ്ട് ഈ കോവിഡിന് ശേഷം പല കാരണവും പറഞ്ഞ് ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഒന്നും അറ്റൻഡ് ചെയ്യാതെ, ഓൺലൈൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു അവർ പറയുന്നു, ആരും അറിയുന്നു അറ്റൻഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, കുളിക്കാതെ പ്രാർത്ഥിക്കാതെ ചുമ്മാ കമ്പ്യൂട്ടർ ഓൺ ചെയ്ത് ക്യാമറ ഓഫ് ചെയ്ത് അല്ലെങ്കിൽ ഫോൺ ഓൺ ചെയ്ത് ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ ദൈവദാസൻ വിചാരിക്കുന്നു 100-150 പേരുണ്ടല്ലോ മീറ്റിങ്ങിന്, അവിടെ വീട്ടിൽ ചെല്ലണം. അതും നമ്മൾ കുളിച്ചൊരുങ്ങി രാവിലെ ശനിയാഴ്ച തൊട്ട് കർത്താവേ എന്നെ ആരാധനയ്ക്ക് വേണ്ടി ഒരുക്കണമേ എന്ന് പറഞ്ഞ് എത്ര പേരെയാണെന്നറിയാം കർത്താവ് കൊന്നത്? മുഴുവൻ കടിഞ്ഞൂലിനെ കൊന്നു. അവർക്ക് അങ്ങനെയാണെങ്കിൽ ഓൺലൈനായിട്ട് അല്ലെങ്കിൽ യഹോവയുടെ സാന്നിധ്യം ഈജിപ്തിലോട്ട് മിസ്രൈമിലോട്ട് ഇറങ്ങി വന്നാൽ മതിയായിരുന്നല്ലോ, ആരാധനയ്ക്ക് പോകണ്ടായിരുന്നല്ലോ. കർത്താവ് എന്തോ എല്ലാത്തിനെയും കൊന്നിട്ട് പറഞ്ഞു, ഫറോൻ്റെ മൂത്ത മോനെയും കൊന്നിട്ട് പറഞ്ഞു, ഇനി നീ ഫറോൻ്റെ കുടുംബത്തെയും കൂടെ തൊട്ടിട്ട് പറഞ്ഞു, എൻ്റെ ജനത്തെ ആരാധനയ്ക്ക് സെൻഡ് ദം ഫോർ വർഷിപ്പ്. ഇവിടെ ഇരുന്ന് അവർ ആരാധിച്ചാൽ ശരിയാകത്തില്ല. ഇവിടെ ആയിരിക്കുന്ന സാഹചര്യം അവരെ വിശുദ്ധിയോടുകൂടി ആരാധിക്കണം. അവർ ഒന്നിച്ച് ചേർന്ന് ആരാധിക്കാനൊരു പ്രമാണം അന്ന് പഴയ നിയമത്തിൽ അവർക്ക് കൊടുത്തിരുന്നു. അതുപോലെ അവർ ആരാധിക്കണം. ഈ ബന്ധനത്തിലിരിക്കുമ്പോൾ ആരാധിച്ചാൽ പറ്റത്തില്ല. ആരാധനയ്ക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരു പ്രമാണമുണ്ട് ദൈവമക്കളെ. പ്രതികാരം, തീഷ്ണത. എത്ര ദൈവമക്കളോട് നിങ്ങൾക്കൊരു പോരാട്ടമുണ്ടെന്നും ദേശശക്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് കോട്ടുക വിടുക. അവർക്കതൊന്നും വിഷയമല്ല. എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കണം, എൻ്റെ കാര്യം നടക്കണം. അതിനുവേണ്ടി വസിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും. പോരാട്ടമോ പ്രതികാരമോ ദേശശക്തി നമ്മളെക്കൊണ്ട് കർത്താവ് ഇറങ്ങി വന്ന് ദൂത സൈന്യം അവിടെ ഉണ്ട്. അറിയാം, സ്വർഗത്തിൽ എന്തുണ്ട്? കർത്താവിൻ്റെ സോൾജേഴ്സ് ഉണ്ട്. അവരെ അയച്ചല്ല കൊച്ചിയിലെ ശക്തിയോട് പോരിടുന്നത്. ഇവിടെ കർത്താവിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്. നമ്മളെ ശക്തരാക്കി ട്രെയിൻ ചെയ്ത് നേരത്തെ ഈ പറഞ്ഞ പോലെ ആദ്യം കുടുംബം ഒന്ന് ക്രമീകരിക്കും, ദേശത്തെ സാക്ഷ്യമുള്ളവരാക്കി തീർക്കും, ആത്മാവിനാൽ നിറയ്ക്കും. നമ്മളത് കണ്ടില്ലേ? ഒടുവിൽ എന്ത് ചെയ്യണം? ഇനിയാണ് സർവായുധ കവചമൊക്കെ ധരിച്ച് ആ ദിവസം നമ്മൾ എടുക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? സർവായുധ കവചമൊക്കെ ധരിച്ച് പോരാടാൻ പറഞ്ഞു. അപ്പം പ്രതികാരവും തീഷ്ണതയും. ദൈവമക്കളെ, സാത്താനോടൊരു പ്രതികാരം പ്രാർത്ഥിക്കുമ്പോൾ വേണം, പ്രബോധനങ്ങൾ പറയുമ്പോൾ വേണം, വേറെ ഒന്നുമല്ല. ഓരോ കാര്യങ്ങളും സാത്താൻ ദുരുപദേശം അയച്ച് സഭയെ കലക്കി കളയുന്നു. ദുരുപദേശത്തോടൊരു പോരാട്ടം വേണം, ഫോൾസ് ടീച്ചിങ്. അപ്പം നമുക്ക് ഈ പിശാചിനോട് എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അനേകർ ഇന്ന് കർത്താവിൻ്റെ വേലയിലില്ല. അവരെ പാപത്തിൽ വീഴ്ത്തി
ഈ പിശാചിനോട് നമുക്കൊരു പ്രതികാരം വേണം ദൈവമക്കളെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒരു പ്രതികാരം വേണം. നിങ്ങൾക്ക് ഈ പ്രതികാരത്തിൻ്റെ വസ്ത്രം യഹോവയായ ദൈവം നിങ്ങളെ ധരിപ്പിക്കണം. അത് കഴിഞ്ഞ് ഒടുവിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, പ്രാർത്ഥന. ഇല്ലേ, 18-ാമത്തെ വാക്യം വായിച്ചേ നിർത്താം. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു അതിനായി ജാഗരിച്ചുകൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണസ്ഥിരത കാണിപ്പിക്കും. ആർക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കാൻ പറഞ്ഞു? നമ്മളാണെങ്കിൽ പറഞ്ഞതിന് ആദ്യം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൗലോസ് പറയുക, സകല വിശുദ്ധന്മാരെ ഓർത്ത് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കുക. പിന്നെ എന്ത് ചെയ്യണം? എന്നെയും കൂടെ പ്രാർത്ഥനയിൽ. ആ പ്രാർത്ഥനയിൽ പോലും തനിക്കൊരു സെൽഫിഷ്നെസ് ഇല്ല. നമ്മളാണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പലപ്പോഴും ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ട്, ആൾക്കാർക്ക് വേണ്ടിയൊക്കെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. മറ്റുള്ള ഇങ്ങനെ വിഷയങ്ങൾ നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ ബുധനാഴ്ചയൊക്കെ മറ്റുള്ള വിഷയങ്ങളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ശാന്തമായിട്ടൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കും. അവരോട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴുണ്ടല്ലോ എല്ലാവരും ശക്തമായി, കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. എൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്? എന്തോ നമ്മുടെ ഈ ജഡത്തിൽ അറിയാതെ അങ്ങനെയൊക്കെ ആയി പോവുക ഇല്ലേ? മനുഷ്യരെല്ലാവരും അങ്ങനെ സെൽഫിഷ്നെസ് ഒക്കെ അല്പം എന്ത് ചെയ്യും ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ പക്ഷേ പൗലോസ് ആ പ്രാർത്ഥനയിലും താൻ സെൽഫിഷ് അല്ല, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട് കേട്ടോ. സകല വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് ആ പ്രാർത്ഥന ആത്മാവിലായിത്തീരണം ഇല്ലേ? പ്രേ ഇൻ ദ സ്പിരിറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഇടപെടാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ എഴുതിയിട്ടുണ്ട് ഈ വാക്യത്തിലും. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കണ്ടിന്യൂസ് ആയിട്ട്, പക്ഷേ പല വിഷയങ്ങൾ യാചിക്കുവാണെങ്കിൽ ആ പ്രാർത്ഥന അങ്ങ് നിർത്തിയിട്ട് ബൈബിൾ പറയുന്ന പോലെ ഇവിടെ എന്തോ എഴുതിയിരിക്കുന്ന ആത്മാവിൽ പ്രാർത്ഥിക്കുവാനല്ലേ. യൂദായുടെ ലേഖനം 20-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചാൽ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയ വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ബുദ്ധിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജഡമേ വലുതാകത്തുള്ളൂ. സത്യമല്ലേ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് എന്തുവാണ് ഈ പരിശുദ്ധാത്മാവിൽ? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുക എന്നാണോ എൻ്റെ അർത്ഥം? അല്ല. റോമാലേഖനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ഹോളി സ്പിരിറ്റ് വിൽ ഗിവ് യു വേർഡ്സ് ആസ് അട്രൻസസ് ടു പ്രേ എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം എവിടെയും അറിയത്തില്ല, ഞരക്കങ്ങളായിട്ട് വാക്കുകളായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ തരും. ഈ പരിശുദ്ധാത്മാവ് എന്നെ പ്രാർത്ഥിക്കാൻ വാക്കുകൾ തരണമെങ്കിൽ ഞാൻ വളരെ കണക്റ്റഡായിട്ട് നിൽക്കണം കർത്താവുമായിട്ടില്ലേ. അത് പ്രബോധനമാണെങ്കിലും മറ്റുള്ള ഒരാളോടൊരു ആലോചന പറയുവാണെങ്കിലും അത് പ്രാർത്ഥിക്കുവാണെങ്കിലും അത് പരസ്യത്തിന് പ്രസംഗിക്കുവാണെങ്കിലും അത് ദൈവസന്ധിയിൽ ഒരു പ്രസംഗമായിട്ടാണെങ്കിലും ഈ പ്രവചനമാണെങ്കിലും ഈ ഏത് ശുശ്രൂഷയാണെങ്കിലും ആത്മാവിലാകുമ്പോൾ വാക്കുകൾ ആര് തരും? എൻ്റെ ബുദ്ധിയിലായിരിക്കും. ഞാൻ കുറേ പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണേ അല്ലെ പ്രബോധനം പറയാൻ, അതൊന്നും എറിക്കത്തില്ല, അതൊന്നും ആർക്കും രൂപാന്തരം വരത്തില്ല. സ്തോത്രം. ഇന്നത്തെ കാലത്തെ ആൾക്കാർ കൂടുതലും ഞാൻ പ്രാസംഗികർ പോലും നെറ്റിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലുണ്ടല്ലോ, നെറ്റ് വല്ലതും പോയി അവരുടെ ഡെയിലി യൂസേജും തീർന്നു, വൈഫൈയും ഇല്ലാതായിപ്പോയ ദൈവമക്കളെ ദൂതില്ലാതായിപ്പോൾ. ഈ നെറ്റിൽ നിന്ന് കേട്ടതിന് അത് വെച്ചാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ചിലർ പുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. വ്യാഖ്യാനങ്ങളോ ഡെക്സ് ബൈബിളോ പുസ്തകം നല്ലതാണ്, റെഫറൻസസ് കിട്ടാൻ നല്ലതാണ്. ഒരു കോൺകോർഡൻസോ ബൈബിൾ ഡിക്ഷണറിയോ ഒക്കെ റെഫറൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റെഫറൻസ് ബൈബിളിൽ എവിടെ കേൾക്കണം. നിങ്ങൾക്ക് ചിലപ്പം അത് അറിയത്തില്ല, സ്ഥിരം ശുശ്രൂഷിക്കുന്നവർക്ക് അത് അറിയാം, പുതിയതായിട്ട് വചനം പഠിക്കുന്നവർക്ക് അത് അറിയത്തില്ലെങ്കിൽ റെഫറൻസിന് വേണ്ടി ആലോചിച്ചോ. പക്ഷേ എന്തും വായിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ എല്ലാം ശോധന ചെയ്യണം. ആത്മാവിൽ എഴുതിയത് മാത്രം ഇങ്ങോട്ട് അക്സെപ്റ്റ്, നല്ലത് മാത്രം എന്ത് ചെയ്താൽ മതി, സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നുമല്ല, പുസ്തകം വായിച്ചുമല്ല, നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രബോധനവും നമ്മുടെ പ്രസംഗവും നമ്മുടെ ആലോചനയും നമ്മുടെ പ്രവചനവും എല്ലാം എങ്ങനെയായി തീരട്ടെ? ആത്മാവിൽ. ദൈവമക്കളെ, ഇവിടെ സർവായുധ കവചത്തിൻ്റെ അകത്തുള്ളതാണ്. ഈ ഇടപെടാതെ പ്രാർത്ഥിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. യൂദാ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ അതിപരിശുദ്ധ വിശ്വാസം, നിങ്ങൾക്ക് ആത്മീയ വർധന വരുവാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുവാൻ എഴുതിയിരിക്കുന്നത്. ദൈവമക്കളെ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഈ ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, പോയൊന്ന് പ്രാർത്ഥിക്കാൻ. നമ്മളൊക്കെ പലപ്പോഴും പലരോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല റിപ്ലൈ ഓർക്കുന്നത്, പല ചെറുപ്പക്കാരോടൊക്കെ പറഞ്ഞു. നേരത്തെ ഞാൻ ഓർക്കും, സഭയിലൊരു സഹോദരനുണ്ട്, ആ സഹോദരനോട് പ്രാർത്ഥിക്കാൻ പറയും. ആ സഹോദരൻ എനിക്ക് പറ്റുന്നില്ല പാസ്റ്റർ, പലവിധ ചിന്തയാണ് വരുന്നത്. വേറൊരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു, എനിക്ക് ചിരിയാണ് വരുന്നത്. ഞങ്ങളിപ്പോഴും ഓർക്കുന്നു ആ സഹോദരൻ, എനിക്കങ്ങ് ചിരി വരും ആ പ്രാർത്ഥിക്കാൻ പറയും. പറ്റുന്നില്ല പ്രാർത്ഥിക്കാൻ. എന്തിനാ? ആ പുള്ളി പണ്ട് കളി ആരായിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ, അത് ഫുൾ വിട്ടുപോയി കാണത്തില്ല, അതുകൊണ്ടല്ലേ എനിക്ക് ചിരി വരുന്നത്. അത് ഫുൾ എല്ലാ പഴയ അവകാശവാദങ്ങളും വിട്ടുപോകണം, പരിശുദ്ധാത്മാവിൽ നിറയണം.
അപ്പോൾ എങ്ങനെ എന്തു പറ്റും? ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ കാണും. ആത്മാവിൽ ദൈവമക്കളെ, ഞാനിപ്പം നിങ്ങളെ പഠിപ്പിക്കാൻ വചനവുമായിട്ട് നിൽക്കുക. പരിശുദ്ധാത്മാവ് എനിക്ക് തരാതെ ഞാൻ എന്തെങ്കിലും ഇൻ്റർനെറ്റിൽ നിന്നും കേട്ട് എന്തെങ്കിലും പുസ്തകം വായിച്ച് ഞാൻ ഇവിടെ നിന്നിട്ട് ഭയങ്കര ഒരു പ്രസംഗം വാഗ്മിയാണെങ്കിൽ നിങ്ങളെ പറഞ്ഞ് വീഴ്ത്താൻ പറ്റും വാക്കിൻ്റെ അത്. അതൊന്നും നിങ്ങളെ രൂപാന്തരപ്പെടത്തില്ല. പക്ഷെ ആത്മാവിൽ 5 മിനിറ്റ് പറഞ്ഞാലും അതെന്ത് ചെയ്യും? ശുദ്ധീകരണത്തിനിടയായിത്തീരും. നമ്മളെ പണിയും കാര്യം. സ്തോത്രം, നിങ്ങളെ അറിഞ്ഞാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്, ഇല്ലേ? അപ്പം നമ്മുടെ എല്ലാവരും ഹല്ലേലൂയ. സോ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ചയും ഒരു ചിന്തയും ഒക്കെ ഇടയ്ക്ക് പ്രാർത്ഥനാ ടീം ഉണ്ടായിരുന്നു. ഒരാൾക്ക് 1.5 മണിക്കൂർ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, 1.5 മണിക്കൂറൊന്നും വേണ്ട. അപ്പം വേറൊരാൾക്ക് കംപ്ലയിൻറ്റ് 1.5 മണിക്കൂർ. പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെ ഓരോ വിഷയം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥിച്ച ആളോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ഈ രാജ്യം ലോകം മുഴുവനും കവർ ചെയ്യുമെന്ന്. കുഴപ്പമൊന്നുമില്ല, അത് വീട്ടിൽ ഇരുന്ന് അങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചോ. പക്ഷേ ഒരു കൂട്ടമായിട്ട് ഒന്നിച്ച് വരുമ്പോൾ 1.5 മണിക്കൂറൊക്കെ പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവരെല്ലാം എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. ഒരു 5-8 മിനിറ്റ്. ഇനി ഒറ്റയ്ക്ക് പ്രാർത്ഥനാ ടീം മാത്രമാണ് കുറച്ച് പേരെ ഉള്ളെങ്കിൽ 5-10 മിനിറ്റ് പ്രാർത്ഥിച്ചോ, 10-15 മിനിറ്റ് പ്രാർത്ഥിച്ചോ. അതിലും അവിടെയൊക്കെ നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര ഡിസ്ട്രിക്ട്സ്, ഇത്ര ഇത് പലരും അങ്ങനെ ക്ലാസിഫൈ ചെയ്തൊരു ലിസ്റ്റൊക്കെ വെച്ചിട്ട് നല്ല രാജ്യങ്ങൾക്ക് വേണ്ടി ഡിസ്ട്രിക്ട് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചോ. പക്ഷേ അതിലുമൊക്കെ ജീവനാണ് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നത്. സ്തോത്രം. ആ ലിസ്റ്റ് വെച്ച് പുസ്തകത്തിൽ എഴുതി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ദിവസവും അത് ആവർത്തിക്കുക. അത് ജാതികളാണ് ചെയ്യുന്നത്. ജൽപ്പനം, റിപ്പിറ്റേഷൻ, വെയിൻ റിപ്പിറ്റേഷൻ. ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് രാവിലെ ഞാൻ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വന്ന വാക്കുകളല്ല നാളെ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ. അതുകൊണ്ട് അതിനൊരു ജീവനുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇന്ന് ശ്രീലങ്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്ന് വിചാരിച്ചു. 5 നോർത്തേൺ ഈ പ്രാവശ്യം പോകുന്നുണ്ട് കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കണം. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചു, എൻ്റെ അറിവിൽ അങ്ങനെ പ്രാർത്ഥിച്ചെന്ന് വിചാരിച്ചു. അത് കഴിയുമ്പോൾ അടുത്ത ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരും. ആ ദേശത്തിലെ സഭ കടന്നു പോകുന്ന അവസ്ഥ എനിക്കറിയത്തില്ല, കർത്താവിനറിയാം. ദൈവം അതെൻ്റെ വായിൽ കൂടി വരും. നിങ്ങൾ വിശ്വസിക്കുന്നു? നിങ്ങൾക്ക് അങ്ങനെ ആത്മാവിൽ പ്രാർത്ഥിച്ച അനുഭവങ്ങൾ നിങ്ങൾക്കില്ലേ? പക്ഷേ നമ്മൾ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആ 15 മിനിറ്റ് പ്രാർത്ഥിക്കണ്ടേ എന്ന് വിചാരിച്ച് അങ്ങ് പ്രാർത്ഥിക്കും. ആമേൻ. ഒരു ജീവനും നമുക്കും കാണത്തില്ല, കേൾക്കുന്നവർക്കും കാണത്തില്ല. ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നത് ഒരു ആയുധമാണ്. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥന, പഴയ ദൈവദാസന്മാർ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പോരാടുക. ഈ സത്യം അല്ലെ ദൈവവചനം എന്ന പോലൊരു ആയുധമാണ് പ്രേ ഇൻ ദ സ്പിരിറ്റ്. സ്തോത്രം. അപ്പം നമുക്ക് പറ്റുമോ ആത്മാവിൽ പ്രാർത്ഥിച്ച് സാത്താനോട് പോരാടാൻ പറ്റുമോ? ഈ ദിവസങ്ങൾ നമ്മുടെ പ്രാർത്ഥന, അടുത്ത വാക്യം കൂടെ ഒന്ന് വായിച്ച്, എന്തിനാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയേറെ യാചനയാൽ ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു, അതിനായി ജാഗരിച്ചുമുണ്ട്. സകല വിശുദ്ധന്മാർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിക്കും. താഴ്ച നമുക്ക് പഠിക്കാം. ഓരോ വിഷയങ്ങളുണ്ട് പ്രാർത്ഥിക്കുവാൻ, ശരിക്കുമുള്ള സ്ട്രോങ് വിഷയങ്ങളുണ്ട്. നമ്മൾ ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ ആര് ചെയ്യും? കർത്താവ് നല്ല ഭംഗിയായിട്ട് ചെയ്യും. ദൈവം ആ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യും. അതുകൊണ്ട് ഈ സർവായുധ കവചം ധരിച്ച് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി പേര് ആദ്യശൂര്യത്വം കാണിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് വന്ന സമയത്ത് ഭയങ്കര എരിവുകാരായി തീരും. പിന്നെ ഞാൻ പലപ്പോഴും അവരെ കാണും, പിന്നെ അങ്ങ് മാറിപ്പോവും. അത് നമ്മുടെ ജീവിതത്തിലും വന്നേക്കാം. അതുകൊണ്ട് ആത്മാവിൽ തുടങ്ങി ഡബിൾ ശക്തിയോടുകൂടി അവസാനിക്കുവാനാണ് വചനം എപ്പോഴും നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. അനേകർ ആത്മാവിൽ തുടങ്ങി ജഡത്തിൽ മാറിപ്പോകുമ്പോൾ ഇത് നമ്മുടെ തീരുമാനത്തിൻ്റെ ബലമല്ല ദൈവമക്കളെ. ആത്മാവിൽ നമ്മളെ നടത്തുന്നതുകൊണ്ട്, ആത്മാവിൽ നമുക്ക് ജയം തരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നും കൃപയാൽ നിൽക്കുന്നത്. നമ്മുടെ പോരാട്ടം ആത്മാവിലാണ്, നമ്മുടെ പ്രാർത്ഥന ആത്മാവിലാണ്, നമ്മൾ സുവിശേഷം പറയുന്നത് ആത്മാവിലായി തീരട്ടെ. അപ്പോൾ എത്രത്തോളം ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ, ഞാൻ ഇത്രയും ശുശ്രൂഷകൾ കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ആത്മാവിൽ ചെയ്യണമെങ്കിൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കണം. എൻ്റെ ജീവിതത്തിൽ അനുസരണക്കേടുള്ള സമയങ്ങൾ ചിലപ്പോൾ ഒരാഴ്ച ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയ ക്ഷീണമുള്ള സമയങ്ങൾ, അപ്പോഴൊന്നും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചില്ലെങ്കിലും ജഡത്തിലാണ് പിന്നെ ഇല്ലേ. ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പല ലോക വിഷയത്തിൽ ഇടപെട്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഈ ചിലരൊക്കെ ചാനൽ മാറ്റുന്ന പോലെ അന്ന് ആത്മാവിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. അങ്ങനെ നടക്കത്തില്ല.
ആത്മാവിൽ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മളെ തന്നെ അന്നത്തെ ദിവസം മുഴുവനും ആത്മാവിൽ മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ജോലി സ്ഥലത്തും യാത്രയുടെ സമയത്തും എല്ലാം ആത്മാവിൽ ജാഗരിച്ചുകൊണ്ട്, പ്രാർത്ഥനയിൽ ജാഗരിച്ചുകൊണ്ട്, കർത്താവുമായിട്ട് കണക്റ്റഡായിട്ട്, അത് വിശുദ്ധിയിൽ ഒരനുസരണക്കേട് ചെയ്യാതെ എൻ്റെ ജീവിതം ദൈവത്തിന് പൂർണ്ണ പ്രസാദമാണെങ്കിൽ മാത്രമേ എനിക്ക് ആത്മാവിൽ ശുശ്രൂഷകൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ പാട്ടുകളും നമ്മുടെ ആരാധനയും പ്രബോധനവും നമ്മുടെ ജീവിതം എടുക്കുന്ന തീരുമാനങ്ങൾ വരെ എന്തായി തീരട്ടെ, അങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ആമർ ധരിച്ച് ആത്മാവിൽ കൺട്രോൾഡായിട്ട് ഇരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കൂടോത്രത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ദേശശക്തിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? എത്ര ഉത്സവങ്ങളാണ് ഇപ്പം നടക്കുന്നില്ലേ? അവരെല്ലാം അവരുടെ ദൈവങ്ങളോട് ഇങ്ങനെ എണ്ണി ചൊല്ലിയിരിക്കും. പല മതങ്ങൾക്കുണ്ടല്ലോ എണ്ണുന്ന ചൊല്ല, എണ്ണി എന്ന് വെച്ചാൽ അങ്ങ് പിന്നെ 100 വട്ടവും 1000 വട്ടവും ചൊല്ലി ആ അന്യാരാധന ശക്തി അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അതൊന്നും ഇവിടെ ഇടത്തും വലത്തും നീതിയുടെ ആയുധങ്ങൾ ധരിച്ച് പോരാടാനാണ്. വി ആർ ഇൻ എ ബാറ്റിൽ. ഈ ബാറ്റിൽ സൺഡേ ബാറ്റിൽ അല്ല, ഞായറാഴ്ച മാത്രം പോരാട്ടമല്ല. എല്ലാ ദിവസവും ശക്തരായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. വിശുദ്ധിയോട് നിൽക്കണേ. എൻ്റെ അതരം ഞാൻ കാത്തു സൂക്ഷിക്കണം, എൻ്റെ ഹൃദയം ഞാൻ കാത്തു സൂക്ഷിക്കണം, മനസ്സ്, കണ്ണ്, ചെവി, അതിന് ദൈവം കൃപ തരട്ടെ. നമ്മുടെ ഇന്ദ്രിയാവയവങ്ങളും ദേഹം, ദേഹി, ആത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളായി തീരട്ടെ. വിശുദ്ധിയിൽ നമ്മളെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ദൈവം നമ്മളെ സഹായിക്കും.